മായി സംസാരിച്ച 22 മിനിറ്റ് നിങ്ങൾ കേൾപ്പിച്ചു തരണം. നിങ്ങളെ കൂട്ടുമുന്നണിയുണ്ടല്ലോ, ആ മുന്നണിക്കളവ് ഇനി നടക്കൂല. ആരാ വിളിച്ചത്, എന്താ കേട്ടത്, ആരെ ശബ്ദ അതിലുള്ളത്, എന്തൊക്കെ ശബ്ദ ഉള്ളത്, അതൊന്ന് സമുദായത്തിന് മുമ്പിൽ തുറന്ന് പറ. എന്നിട്ട് നമുക്ക് നോക്കാം. മഹാനായ കണ്യത്ത് ഉസ്താദിനെ, ഈച്ച ഉസ്താദിനെ, പാണക്കാട് തങ്ങളെ അടക്കമുള്ളവരെ ഇവര് ഫിത്തനയും ഫസാദും പറഞ്ഞു കൊടുത്തിട്ട് ചില വാക്കുകൾ പറയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പതിവ് ഒരുപാട് കാലമായി ഫിത്തനക്കാര് നടത്തുന്നുണ്ട്. അതിന്റെ ഒരു ഭാഗമായി ബഹുമാനപ്പെട്ട തങ്ങളവറുകളോട് ബോധിപ്പിക്കുകയാണ് 40% കമ്മീഷനാണെന്ന്. എന്തിനാണ്? തങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ്. എന്നിട്ട് തങ്ങളെ നാവുമെന്ന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് ഈ സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കണമെന്ന ഒരൊറ്റ ദുഷ്ടലാക്കല്ലാതെ ഈ ഫിത്ന കമ്പനിക്ക് ഇല്ല കേട്ടോ. മുസ്ലിമീങ്ങൾ നെഞ്ഞത്ത് കൈവച്ച് ചിന്തിക്കണം, ഇവര് നടത്തുന്ന ഫിത്നയുടെ ആഴം എത്രയുണ്ട്. നിങ്ങൾ മഹാന്മാരായ സയ്യിദന്മാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ ദാറുൽ ഹുദയുടെ സ്റ്റേജിൽ വെച്ച് ബഹുമാനപ്പെട്ട ഹൈദരലി ശിഹാബ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ നാടകം കളിച്ചിട്ടുണ്ട് മുസ്ലിയാമാരെ. അതിന്റെ പുറമെ നിങ്ങൾ പച്ചക്കള്ളം പറഞ്ഞിട്ടുണ്ട്. കാരണം തങ്ങളും കൊടുത്തിരിക്കുന്ന 1000 റുപ്യ പള്ളിക്ക് ഇപ്പൊ തങ്ങളെ മുമ്പിൽ പറയാ 40% കമ്മീഷനാണ്. ആര്? ദാറുൽ ഹുദയുടെ വൈസ് ചാൻസലർ. ചെറിയ കളവ് പറഞ്ഞുകൂടല്ലേ, വൈസ് ചാൻസലർ അല്ലേ, വലിയ കളവ് പറഞ്ഞതാ. പണം പിരിക്കാനുള്ള കൂപ്പൺ എന്ന് പറഞ്ഞാൽ അതിൽ ക്രമനമ്പറുകൾ ഉണ്ടായിരിക്കണം, ക്രമനമ്പറുകൾ വേണം. ഇതിലൊരു നമ്പറുമില്ല. അത് ഏത് കിതാബിലുള്ളത്? പണം പിരിക്കാനുള്ള കൂപ്പൺ ആണെങ്കിൽ അതിന്മേൽ സംഖ്യ വേണം, ഇതിന്മേൽ ഒരു സംഖ്യയുമില്ല. ഇരയുടെ ആരോഗ്യമനുസരിച്ച് അതേത് കിതാബിലുള്ളത്? സമസ്യയായത് കിതാബ് പറഞ്ഞോ? ഏത് കിതാബിലുള്ളത്? ഇയാൾ ഓഡിറ്ററാ. വിദേശത്ത് പോകുന്നവർക്ക് അറിഞ്ഞൂടെ അവിടെ പണം പിരിക്കണമെങ്കിൽ അതിനെന്തെല്ലാം പറ്റൂ, എന്തൊക്കെ പറ്റൂല. ബാക്കി എത്ര സംഖ്യ വേണമെങ്കിലും ഇതിന് വാങ്ങാവുന്നതാണ്. കായക്കൊടിക്കാരനൊരു മുസ്ലിയാർ ദുബായിലുണ്ട്. അദ്ദേഹത്തിനടുത്തൊരു പെട്ട് കൊണ്ടുപോയി കൊടുത്തിട്ട് പറയപ്പെട്ടത്, നിർദ്ദേശിക്കപ്പെട്ടത് 60% നിങ്ങൾ തിരിച്ചേൽപ്പിച്ചാൽ മതി, ബാക്കി നിങ്ങളുടെ ചെലവിനെടുക്കണം എന്നാണ്. അതിന്റെ സനതുണ്ട്. ഇൻഷാ അല്ലാഹ് ആവശ്യമാണെങ്കിൽ സനത് പിന്നെ പറയും. ചൊല്ലിച്ചില്ലേ? പറയട്ടെ, പച്ചക്കള്ളമാ മുസ്ലിയാരെ പറഞ്ഞത്. കായക്കൊടിക്കാരൻ ഇബ്രാഹിം മുസ്ലിയാരെ കുറ്റ്യാടി പരിസരങ്ങളിലുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം. ദുബായിലാണ് അദ്ദേഹം, ഞങ്ങളെ സംഘടനയുടെ ആളല്ല. അതേ സമയത്ത് അദ്ദേഹം സുന്നത്ത് ജമാഅത്തുകാരനാണ്. സുന്നത്ത് ജമാഅത്തുള്ള ആലിമീങ്ങളെ ബഹുമാനിക്കുന്ന ആളാണ്. ആ ഇബ്രാഹിം മുസ്ലിയാരെ പറ്റി നിങ്ങൾ പറഞ്ഞത് കളവാണ് മുസ്ലിയാരെ. ഇനി ഇബ്രാഹിം മുസ്ലിയാര് വരട്ടെ ദുബൈന്ന്. ആധികാരികമായി ചെമ്മാട് എന്ന സമ്മേളനത്തിൽ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാള് അതിന്റെ പേരിൽ ഈ ഒരു സംഭവമാണ് പറഞ്ഞു. അതായത് LP കമ്മീഷൻ വ്യവസ്ഥയിൽ തീരുമാനിക്കുന്നുണ്ട്. അതിൽപ്പെട്ടാണ് കായക്കൊടിയിലുള്ള ഒരു മുസ്ലിയാര് ദുബൈയിലുണ്ട്. അദ്ദേഹത്തെ കമ്മീഷൻ വ്യവസ്ഥയിൽ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ഒരു പിരിവ്, ഇത് കമ്മീഷൻ ഉണ്ടാക്കാതെ മണിയാണ് എന്നുള്ള രൂപത്തിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. മോശമാക്കി തിരിച്ചുകൊണ്ട് അവർ പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പൊ സത്യാവസ്ഥ ആളുകൾ അറിയണമല്ലോ. അപ്പൊ അതിന് വേണ്ടി അത് ചെയ്യിക്കാൻ മതിയാണെന്ന് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് അത് പിന്നെ ഞാൻ കമ്മീഷന് വേണ്ടി അള്ളാൻ തോഫിക്കൂടി ഇത്രയും കാലം സേവനം ചെയ്തിട്ട് പല പള്ളികൾക്കും നാട്ടിലും മറ്റു നാടുകളിലും ജനങ്ങളുടെ ജോലി ചെയ്യുന്ന കാലത്ത് ബാംഗ്ലൂരിലും മൈസൂരും മാനന്തവാടി പല സ്ഥലങ്ങളിലും ഞങ്ങൾ കമ്മിറ്റി മുഖേന പോയിട്ട് തിരാനൂർ ലേഖകളിൽ പോയിട്ട് വിരോധിച്ചിട്ടുണ്ട്. ബോംബെ പോയിട്ട് വിരോധിച്ചിട്ടുണ്ട്. അന്നൊന്നും ഒരു നയാ പൈസ അല്ലെന്നില്ല, അവർക്കൊക്കെ അറിയാതെ കമ്മീഷൻ വാങ്ങിയിട്ടില്ല. ഇതുവരെ ഒന്നും കമ്മീഷൻ വാങ്ങിയിട്ടില്ല. പള്ളിക്കോ ദീനിന് വേണ്ടി ഒരു വിഷയത്തിലും കമ്മീഷൻ വാങ്ങിയിട്ടില്ല. അൽഹംദുലില്ലാ. ഇത് തീരെ വാങ്ങാൻ ഉദ്ദേശിച്ചിട്ടില്ല, അത് വാങ്ങൂല്ല. ഉസ്താദിന് കമ്മീഷൻ തരാമെന്ന് പറഞ്ഞിട്ടില്ല. ഒരു വാക്ക് പോലും അങ്ങനത്തെ കമ്മീഷന്റെ വിഷയം വന്നില്ല. എനിക്ക് സാധിക്കുമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വാങ്ങി നോക്കാം. ആരും വന്ന് ചോദിച്ചാൽ കൊടുക്കാം, കൂപ്പൺ കൊടുക്കാം. അതിന്റെ പൈസ വാങ്ങിക്കാം. അതിന്റെ പൈസ വാങ്ങിയിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ വാക്കിയെ വന്നില്ല. പറഞ്ഞിട്ട് പണിയുന്നല്ലോ. സുഹൃത്തുക്കളെ, വലിയ ആളുകളെ ഒരുമിച്ച് കൂട്ടിയിട്ട്, ആയിരക്കണക്കിന് ജനങ്ങളെ ഒരുമിച്ച് കൂട്ടിയിട്ട്, ജനങ്ങളോട് പിരിവ് എടുത്തിട്ട് പരിപാടി നടത്തിയിട്ട് അതിന്റെ സ്റ്റേജും വന്ന്
ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളെ പോലുള്ള സയ്യിദന്മാരെ, ആലിമീങ്ങളെ, മുതഅല്ലിമീങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പച്ചക്കള്ളം പറഞ്ഞതാണ് ഈ കൂരിയാട്ടുകാരൻ നദ്വി. സുഹൃത്തുക്കളെ, തെറ്റിദ്ധരിപ്പിക്കലും ഇന്നലെ തുടങ്ങിയതല്ലേ, ഞങ്ങൾക്കിതറിയാം. കോട്ടക്കന്ന് ഇവരെ സ്ഥാപക പ്രസിഡന്റ് ഉണ്ട്. മൂപ്പര് പറയുന്നു, സഹാബത്തിൽ ഓരോരുത്തർക്കും 1ഉം 2ഉം കൂടി വന്നാൽ 5ഉം കിട്ടിയ ഹജ്ജത്തുൽ വദാഇൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ലഭിച്ച മുടി സഹാബത്തിന് തിന്നാൻ കൊടുത്തതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടിയിൽ നിന്ന് 1, 2 കൂടിയാൽ 5 മുടി ഉമ്മു സുലൈമ റളിയല്ലാഹു അൻഹക്ക് കിട്ടിയിട്ടുണ്ട്. എന്തിനാ ഇത് പറഞ്ഞു കൊണ്ടിരുന്നത്? അബൂദാബിയിൽ ഉള്ള മുടി ഇവർ ആദ്യം തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്നത് 20,000 മുടിയുണ്ട് എന്നാ പറഞ്ഞു. 20,000 ഇവർ എണ്ണി നോക്കിയ മാതിരിയാ. അതിനെപ്പറ്റി വിശദീകരണത്തിലേക്ക് കടന്നപ്പോ ഇയാള് പറഞ്ഞു, ഏറ്റവും കൂടുതൽ മുടിയുള്ളത് തുർക്കിയിലാണ്, ഏറ്റവും കൂടുതൽ മുടിയുള്ളത് തുർക്കിയിലാണ് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അതിനെന്താ സനത്? ഏത് കിതാബിലാണ് ഉള്ളത്? ഏറ്റവും കൂടുതൽ മുടി തുർക്കിയിലാണെന്ന് എവിടെയാ ഉള്ളത്? ഇതാണ് തർക്കം. അവിടെ ഞാൻ പറഞ്ഞിരുന്നു 34 മുടി കുസ്തുന്തീനിയയിൽ ഉണ്ട്. അവിടെയുള്ള മുടി 34 ഞാൻ പറഞ്ഞു. വാസ്തവത്തിൽ 43 എന്ന് പറയേണ്ടത് ഞാൻ മുമ്പെപ്പോ നോക്കി വെച്ച ഓർമ്മയിൽ പറഞ്ഞപ്പോ പറയും അപ്പുറം ഇപ്പുറം ആദ്യം 35 എന്ന് പറഞ്ഞു, പിന്നെ 34 എന്ന് പറഞ്ഞു. അത് വാസ്തവത്തിൽ 43. ഈ 43 ആർക്കാ തെളിവ്? 5 വരെ മുടി മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ആളുകൾക്ക് എത്രയും കൂടുന്നാണെങ്കിൽ തെളിവ് കൂടുക, എനിക്കല്ലേ തെളിവ് കൂടുക. ഇയാൾ പറയാം, മൊയ്ലിയാരെ അവിടെ 34 അല്ല 43 എന്നെ ഗണ്ണിക്കുന്ന 5 ഉള്ളൂ എന്ന് പറഞ്ഞാളേ. എത്രയാ പറഞ്ഞേ? 34. ആദ്യം 35 പറഞ്ഞു, പിന്നെ 34 പറഞ്ഞു. തിരുത്തിക്കോ, 35 തിരുത്തിക്കോ, 34 തിരുത്തിക്കോ. രണ്ടും അല്ല നിങ്ങൾ പറഞ്ഞ കിതാബിലുള്ളത്. സലാസം 40 ഷഹറത്തൻ എന്നാണ്. സലാസം 40 എന്ന് പറഞ്ഞാൽ 34 അല്ല മൊയിലാറെ, 43. അപ്പോ 43 ഉള്ളത്. ഇയാളെ വാദം എന്തായിരുന്നു? സഹാബത്തിൽ നിന്ന് സഹാബത്തിൽ ഓരോരുത്തർക്കും 1ഉം 2ഉം കൂടി വന്നാൽ 5ഉം കിട്ടിയ ഹജ്ജത്തുൽ വദാഇൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ലഭിച്ച മുടി അതിന്റെ കൂടെ ഒന്നും കൂടിയുണ്ട്. എന്താ അറിയോ? ഇയാള് പറയാണ്, തുർക്കി മുസ്തഫ കമാൽ ഭാഷ ഭരിച്ചിട്ടുണ്ട്. അയാൾ ഇസ്ലാമിന്റെ കണ്ട വിരോധിയാണ്. അയാൾ ഭരിച്ചിട്ടുണ്ട്. അപ്പോ മുടി ഒരാളെ കയ്യിലുള്ളത് കൊണ്ട് അയാൾക്ക് ബഹുമാനം ഉണ്ടാവൂല. അങ്ങനെയാണെങ്കിൽ മുസ്തഫ കമാലിന് ബഹുമാനം ഉണ്ടാകണ്ടേ? എന്നാ സുഹൃത്തെ പഠിച്ചോ, മുസ്തഫ കമാൽ ഭരണം നടത്തുന്ന സമയത്ത് അവിടെ 34 ഇല്ല, 35 ഇല്ല, 43 ഇല്ല, 18 മുടി മാത്രമേ നിങ്ങളെ പറഞ്ഞ സ്ഥലത്തുള്ളൂ. ബാക്കി കൊടുത്തുപോയിട്ടുണ്ട് കിതാബിലുണ്ട്. അതിലൊന്ന് ഭോപ്പാലിലേക്കാ കൊണ്ടുവന്നത്. ഞാൻ മുമ്പ് നോക്കിയ ഒരു ഓർമ്മയിൽ പറഞ്ഞപ്പോ 43, 34 പോയതല്ല നിങ്ങളെ വലിയ വിഷയം. എന്നാ സുഹൃത്തെ, അത് എനിക്ക് തെളിവാണ്. മുമ്പ് 43 മുടി കുസ്തുന്തീനിയയിൽ ഉണ്ടായിരുന്നു. കുസ്തുന്തീനിയ എന്നും ഇസ്താംബുൽ എന്നും തുർക്കി എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരേ രാഷ്ട്രമാണ്. അതിലാർക്കും ഇവിടെ തർക്കം ഇല്ല. ഞാൻ കുസ്തുന്തീനിയ തുർക്കിയിലല്ല എന്റെ നാവ് കൊണ്ട് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞതായി അതാ യോജിപ്പിച്ചുകൊണ്ടാണ് ഇവര് മറുപടി മുഴുവനും പറഞ്ഞത്. അത് പച്ചക്കള്ളമാണ്. എന്റെ സീഡിയിൽ നിന്ന് കുസ്തുന്തീനിയ തുർക്കിയിലല്ലെന്ന് പറഞ്ഞത് കേൾപ്പിച്ച് തരാൻ നിങ്ങളെ കൂട്ടത്തിൽ ആൺകുട്ടികളുണ്ടെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുന്നു. ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ ബാക്കി കൂടി കേൾപ്പിക്കാം. ഒന്നുകൂടി അത് പറയാൻ, മുസ്തഫ കമാൽ ഭാഷ ഭരിച്ചത് കൊണ്ട് മുടി അദ്ദേഹത്തിന്റെ കൈവശത്തിലാവോ? അതൊന്നും ആലോചിക്കുമ്പോൾ നിങ്ങൾ സമ്മതിച്ചതാണ്. ബാൽ മസ്ജിദിൽ മുടിയുണ്ട്, കാശ്മീരിൽ മുടിയുണ്ട്, ഡൽഹിയിൽ മുടിയുണ്ട്, വെല്ലൂരിൽ മുടിയുണ്ട്. ചോദിക്കട്ടെ, ഭരിക്കുന്നത് ആരാ? ആരാടോ ഇന്ത്യ രാജ്യം ഭരിക്കുന്ന മോനെ? ആരാ പ്രധാനമന്ത്രി? മൻമോഹൻ സിംഗിന്റെ കയ്യിലാ മുടിയുള്ളത്. അപ്പൊ ഭരണം മൻമോഹൻ സിംഗ് ആയതുകൊണ്ട് ഇന്ത്യയിലെ റസൂലുള്ളാഹിന്റെ മുടിയൊക്കെ മൻമോഹൻ സിംഗിന്റെ കയ്യിലാണെന്ന് ധരിക്കുന്ന ആളായി പോയോ നിങ്ങള്? ഒരു അബ്ദുറഹ്മാൻ മുസ്ലിയാർ എനിക്ക് മറുപടി പറഞ്ഞു, അതൊന്ന് തുർക്കിയിലാണ്. മുടികളിൽ ഏറ്റവും കൂടുതൽ മുടി കിടക്കുന്നത് തുർക്കിയിലാണ്, മുസ്തഫ കമാലിന്റെ സ്ഥലത്താണ്. ഏറ്റവും കൂടുതൽ മുടിയുള്ളത് തുർക്കിയിൽ മുസ്തഫ കമാലിന്റെ സ്ഥലത്താണ് അയാൾ പറയാറ്. ഞാൻ ചോദിക്കുന്നത് ഏത് കിതാബിലാണ് ഉള്ളത്? അതിനെന്താ സനത്?
ഏറ്റവും കൂടുതൽ മുടിയുള്ളത് തുർക്കിയിൽ മുസ്തഫ കമാലിന്റെ സ്ഥലത്താണ് നേരെ പറയാറ്. ഞാൻ ചോദിക്കുന്നത് അത് ഏത് കിതാബിലാണ് ഉള്ളത്? അതിനെന്താ സനദ്? ഏറ്റവും കൂടുതൽ തുർക്കിയിലാണ് മുടിയുള്ളതെങ്കിൽ അതിന്റെ സനദ് എന്താണ്? ഏത് കിതാബിലാ ഉള്ളത്? അവിടെ എത്ര മുടിയുണ്ട് പറ. 35 മുടി, 35 മുടി സൂക്ഷിച്ച സ്ഥലം എന്റെ കയ്യിൽ കിതാബിലുണ്ട്. ഞാൻ ചോദിക്കുന്നത് തുർക്കിയിലാണ് ഏറ്റവും കൂടുതൽ, നിങ്ങൾ പറഞ്ഞല്ലോ, ഏത് കിതാബിലാണ് ഉള്ളത്? അവിടെ എത്രയാ ഉള്ളത്? സനദ് വായിക്കും, സനദ് വായിക്കും. എന്താ എന്റെ ചോദ്യം? എന്റെ ചോദ്യം ഏറ്റവും കൂടുതൽ തുർക്കിയിലാണെന്ന് എവിടെയാ ഉള്ളത്? കുസ്തുന്തീനയിൽ ഉള്ളത് എത്രയാ? 34 എന്ന് ഞാൻ പറഞ്ഞു, അതിന്റെ ഓർമ്മ തെറ്റാണ്, 43 ആയിക്കോട്ടെ. എന്നാൽ ഏറ്റവും കൂടുതൽ തുർക്കിയിലാണ് എന്നതിന് എന്താ തെളിവ്? എന്താ സനദ്? ഇതാ എന്റെ ചോദ്യം. അതിന് ഇന്നേ വരെ നിങ്ങൾ മറുപടി പറഞ്ഞിട്ടില്ല. തുർക്കിയിലാണ് ഏറ്റവും കൂടുതൽ മുടി ഉള്ളതെങ്കിൽ വായിക്ക് കിതാബ്. അത് വായിക്കാതെ അനുയായികളെ പറ്റിക്കുന്ന നോക്കിക്കോളി. എനിക്കെതിരായിട്ട് ഒരു തെക്കുതീരി വലിക്കുന്നുണ്ട്, അതൊന്ന് കേട്ടോട്ടെ. മറുപടി പിന്നെ ഇതുകൊണ്ട് തീർക്കുന്നൊന്നുമില്ല, വായിക്കട്ടെ. അടുത്തത് ഞാൻ പറയാ, കുസ്തന്തീനിയ 34 മുടി. ഞാൻ നേരത്തെ പറഞ്ഞ 35 അത് തിരിച്ചോ, 34 മുടി. അല്ലാസാറുൻ നബവിയ അഹമ്മദ് തൈമൂർ ഗ്രന്ഥം നോക്കിക്കോ. നിങ്ങൾ പറഞ്ഞു വരികയാണ് പെരുമെന്റ്. ഞാനിവിടെ ഇബാറത്ത് വായിക്കുന്നില്ല, കിതാബ് ഉദ്ധരിക്കുന്ന മാത്രം, കിതാബ് വായിക്കുന്നില്ല. ഉദ്ധരണി വായിച്ചിട്ട് അർത്ഥം വെച്ചതല്ല. എന്നിട്ട് ഇവരെന്ത് ചെയ്തെന്നറിയോ? ഇയാൾക്ക് ഹാമിസിന്റെ അർത്ഥാറിനൂടാ, സലാസിന്റെ അർത്ഥാറിനൂടാ, അർബാവിന്റെ അർത്ഥാറിനൂടാ ഇബാറത്ത് വായിച്ചിട്ട് അർത്ഥം വെച്ചത് തിരുമ്പി. ഞാൻ ഇബാറത്ത് വായിച്ചിട്ടേ ഇല്ല. എന്തിന്? മറുപടി പറയാൻ കഴിയാഞ്ഞിട്ട്. മറുപടി പറ. ഞാൻ ചോദിച്ചതിന്റെ മറുപടി. ഏറ്റവും കൂടുതൽ മുടി തുർക്കിയിലാണ് ഏത് കിതാബിലുള്ളത്? അതിന്റെ മറുപടി വരാ. കുസ്തുന്തീനിയ തുർക്കിയിലല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇനി ബാക്കി വിടും. എന്റെ മുസ്ലിയാരെ, ഇമാതിരി പൊട്ടപ്പോയത്തോ ഇനിയെങ്കിലും പറയണം. മൊയ്ലാന്മാരെ പറയിക്കുന്നത് ഞാൻ സത്യത്തിൽ വിചാരിച്ചത് ഇയാൾക്ക് കുറച്ച് വിവരം ഉണ്ടെന്നുള്ളൊരു മതിപ്പെനക്ക് ഉണ്ടായിരുന്നു. ഈ കുസ്തുന്തീനിയാന്ന് പറഞ്ഞത് തുർക്കിയാണ്. ഉറക്കപ്പറ, ഉറക്കെ. ഇതൊക്കെ വീറച്ചല്ലേ? അല്ല സുഹൃത്തെ, ഞാൻ പറഞ്ഞിനോ കുസ്തുന്തീനിയ തുർക്കിയിലല്ലാന്ന്? അങ്ങനെ ഞാൻ പറഞ്ഞൊരു ക്ലിപ്പിന്റെ കേൾപ്പിക്ക്. കുസ്തുന്തീനിയ തുർക്കിയിലല്ല എന്ന് പേരോട് പറഞ്ഞ ക്ലിപ്പ് കേൾപ്പിച്ചിട്ട് ആണത്തുണ്ടെങ്കിൽ ഉറക്കെ ഇത് പറ. അതില്ലാതെ ഞാൻ പറയാത്തൊരു വിഷയത്തിനാ മറുപടി. ഇനി ഇയാളൊരു ഉദാഹരണം പറയുന്നത്, അതിനേക്കാൾ രസമുള്ള ഉദാഹരണം. ഭയങ്കര ബുദ്ധിമാന്മാരല്ലേ. എന്താ ഉദാഹരണം അറിയോ? ഉദാഹരണം പറയുന്നത് താജ്മഹള് ഇന്ത്യയിലാന്ന് ഒരാൾ പറഞ്ഞു. അപ്പൊ മറ്റൊരുത്തം പറയാണ് ഡൽഹിയിലാണ്, ആഗ്രയിലാണ്. അതുപോലെയാ ഞാൻ പറഞ്ഞത്. മൂപ്പര് വെച്ച് തീർത്ത്. എന്നിട്ട് മൂപ്പര് തെഹക്കീകാക്കുന്ന എന്താ അറിയോ? ഡൽഹിയിലാണ്, ആഗ്രയിലാണ്. ആഗ്ര ഡൽഹിയിലാ. ഇയാൾ എനിക്ക് പഠിപ്പിക്കുന്നത് തുർക്കിന്റെ ചരിത്ര. എന്നാൽ യുപിയിലാ കോയ ആഗ്ര. അതാദ്യം പഠിക്കണോ? അതൊന്ന് വെച്ചുകൊടുത്ത ആ വിട്ടിത്തൊന്ന് പറയട്ടെ. ഒരാൾ പറയാ താജ്മഹൽ ഇന്ത്യയിലാണ് എന്ന് ഞാൻ പ്രസംഗിക്കുക, അതിന്റെ ക്ലിപ്പിട്. എന്നിട്ട് പറയാ ആരാ പറഞ്ഞേ താജ്മഹൽ ഇന്ത്യയിലാന്ന്? ആരാ പറഞ്ഞേ? ഡൽഹിയിലാണ്, ആഗ്രയിലാണ്. കോൺസ്റ്റന്റിനോപ്പിൾ എന്ന് പറയുന്ന കുസ്തുന്തീനിയ തുർക്കിയിലാണ്. അതിൽ പരിക്കോ തർക്കമുണ്ടോ? അതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ യുപിയിലാണ്, ആഗ്രയിലാണ്. അപ്പൊ ഇന്ത്യ രാജ്യത്തുള്ള സ്റ്റേറ്റ് എണ്ണി പഠിച്ചോ. കേരളം, കർണാടകം, തമിഴ്നാട്, അങ്ങനെ പോയിട്ട് യുപി അത് പഠിക്കും. എന്നിട്ട് തുർക്കിന്റെ കാര്യം ചർച്ച ചെയ്യട്ടോ. അത്ര വലിയ മൂപ്പന്മാർ നിങ്ങളെ കൂട്ടത്തിലില്ല, ഞങ്ങൾക്കറിയാം. ഞമ്മക്ക് പഠിപ്പിക്കുന്നില്ലേ? ഇന്ത്യന്റെ ചരിത്രം പഠിക്കാത്ത തുർക്കി പഠിപ്പിക്കുന്നത് ഞങ്ങൾക്ക്. എന്താ ഇവർക്ക് ഇത്ര വലിയ വെറുപ്പ്? ഇവരൊരു ആസാറുന്റെ ഭവിയ ഇങ്ങനെ ഒരു കിതാബ് കൊണ്ടുപോയി കോഴിക്കോട്ട് നിന്ന് പറ്റിക്കാൻ നോക്കി ജനങ്ങളെ. ഞാനത് പിടിച്ചിട്ട് ആരാണത് എഴുതിയത് എന്ന് ചോദിച്ചു. അവിടെയുള്ള മൂല്യന്മാരൊക്കെ ഈ കിതാബ് വായിച്ചിട്ട് പ്രസിദ്ധീകരിച്ച ആള് അഹമ്മദ് ഖസറജിയാന്ന് പറഞ്ഞു. എഴുതിയ ആളെ പേര് പറഞ്ഞില്ല, മനഃപൂർവ്വം മൂടിയെത്തി. ഞാനിവിടുന്ന് ഇട്ടങ്ങ് കൊടുത്തില്ലേ, ഇതാരാ എഴുതിയെന്ന് എന്തേ പറയാത്ത? അപ്പഴാ നേരം വെളുക്കുന്നത്. ഇങ്ങനെ ഇവരെടുത്തുണ്ടാവും കിതാബ്. നേരം വെളുത്ത് ഇപ്പൊ എന്തായാലും മറുപടി അറിയോ? അത് جمع عداد الشريف الشيخ ابو الفضل امان الدين جميل حليم الحسيني رئيس جمعيه المشايخ الصوفيه അത് ലബനാനാണ്. നേരത്തെ പറഞ്ഞതായിരുന്നു അബൂദാബിയിൽ നിന്ന് ഹസ്റജീന്റെ കിതാബില് എന്തുകൊണ്ട് ഇത് കണ്ടില്ല എന്നാ ചോദിച്ചു. അത് മാറ്റി ഇപ്പൊ അബൂദാബി അല്ല നിങ്ങൾ സമ്മതിച്ചല്ലോ. ഇനി ഞാൻ പറയട്ടെ, എന്നിട്ട് പിന്നെന്താ പറഞ്ഞറിയോ? ഇതിന് വേറൊരു മറുപടി, ഭയങ്കര മറുപടി തന്നെയുണ്ട്. എന്നാ പറയുമോ? എന്നാലേ ഇത് മൂപ്പര് പറയാ
ഇതല്ലേ മുത്ത്, ഇതല്ലേ തങ്കോ, ഇതല്ലേ തങ്കം. നിങ്ങളെ മുഴുവൻ കള്ളത്തിന് പിടിച്ച് ഈ തങ്കത്ത് വരാം കേട്ടോ. പിന്നെയോ പിന്നെന്താ ഉണ്ടായെന്നറിയോ? ഇവർ മുസന്നിഫിനെ പറയാതെ രചയിതാവിനെ പറയാതെ ഇപ്പൊ എന്നോട് പറയാ. ഞാൻ ഇതുപോലെ ഉദാഹരണം പറഞ്ഞിരുന്നു, ഗസാലി ഇമാമിന്റെ കിതാബ് ഉദാഹരണം പറഞ്ഞിരുന്നു, ഷാഫി സഖാഫിന്റെ CD ഉദാഹരണം. ഷാഫി സഖാഫിന്റെ CD കുറ്റ്യാടി പബ്ലിഷൻസ് പ്രസിദ്ധീകരിക്കുമ്പോൾ അതിന് നമുക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റുമെന്ന് ഞാൻ ചോദിച്ചിരുന്നു. അതിന് ഇവരെ മറുപടി തരുമോ? ഈ ഇന്ത്യ രാജ്യത്തുള്ള അല്ലെങ്കിൽ കേരളത്തിലുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പറയാൻ വേണ്ടി ഒരു CD ഇറക്കി അല്ലെങ്കിൽ ഒരു പുസ്തകം ഇറക്കി, അത് സിറാജുലുദ പ്രസിദ്ധീകരിക്കുന്നു, അതിൽ സിറാജുലുദന്റെ പേരില്ല. അങ്ങനെ ഉണ്ടാവുമോ എന്നാ ചോദ്യം. എന്നാലേ മുലമാരെ അങ്ങനെയല്ല. ഇതിന്റെ പേരെന്താന്ന് ആദ്യം പഠിക്കണം. നിങ്ങൾ മുസന്നിഫിന്റെ പേരാ പഠിക്കാത്ത, ഇനി പേര് പഠിക്കണം. എന്താ പേര്? അസ്റാറുല്ലാസാരി നബവിയ്യ, നബിതങ്ങളുടെ തിരുശേഷിപ്പുകളുടെ രഹസ്യങ്ങൾ പറയുന്ന കിതാബ്. അതില്ലത്തുന് ശറഇയ്യ, അതിന് മതപരമായ തെളിവ്. വഹാലാത്തിന് ശിഫാഇയ്യ, അത് ഉപയോഗിച്ചിട്ട് രോഗശമനമുണ്ടായ ചില സംഭവങ്ങൾ, അവസ്ഥകൾ. വസുവറുൻ നാദിറത്തുൽ ലില്ലാസാരിൽ മുഹമ്മദിയ്യ, മുഹമ്മദ് നബിയുടെ തിരുശേഷിപ്പുകൾക്ക് കുറഞ്ഞ ഫോട്ടോകളും. നാദിറു തന്നെ കുറേ. അപ്പൊ ഇതാണ് ഇതിലുള്ളത്. അപ്പൊ ഈ നേരത്തെ നിങ്ങൾ പറഞ്ഞ ഉദാഹരണം ഒരു നിൽക്കും ഫിറ്റാവൂല. കേരളത്തിലുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞതുപോലെ ലോകം മുഴുക്കെയുള്ള മുഴുവൻ ആധാറുകളുടെയും പേര് പറയുന്ന കിതാബ് നീല് പറഞ്ഞില്ല. എന്നിട്ട് നിങ്ങൾ കട്ടുവെച്ചു. ആധാറുകളുള്ള സ്ഥലങ്ങളെ പേര് വായിക്കുമ്പോ മിൻ ബിലാദില്ലാഹ് എന്ന് നിങ്ങൾ കട്ടുവെച്ചു. അത് ഞാൻ പിടിച്ചു, ഇവിടുന്ന് കേൾപ്പിച്ചു, സ്ക്രീനിൽ കാണിച്ചു. അപ്പൊ ഇപ്പൊ പറയാ UAE എന്നതിന്റെ അർത്ഥം അത് UAE അടക്കം ഏതൊക്കെ നാടുകളുണ്ടോ ആ നാടുകളൊക്കെ ആ വാചകത്തിൽപ്പെടും. നിങ്ങൾക്ക് ഇനി സംശയണ്ട. ഇവിടെ ഒരു കേസ് നടത്തിയിരുന്നു ഞാൻ അങ്ങത്തലക്ക്. ആ കേസിൽ വടകര കോടതിയിൽ ഞാൻ എന്താ വാദിച്ചത്? അപ്പുറത്തെ ആധാരത്തിൽ മറ്റും എന്നൊരു വാക്കുണ്ട്. ആ മറ്റും എന്ന് പറഞ്ഞതിൽ ഇതും കൂടി ഉൾപ്പെടൂ എന്ന് വാദിച്ചു. അത് ഇവിടുത്തെ വടകര സബ് കോടതി അംഗീകരിച്ച്, ഹൈക്കോടതി അംഗീകരിച്ച്, സുപ്രീം കോടതി അംഗീകരിച്ചിട്ട് ആ സ്ഥലം ഞങ്ങൾക്ക് കിട്ടിയത് അറിയോ? വെറുതല്ല മൊയ്യാരായത്. മുടിയിട്ട വെള്ളം ഒരു നയാകാശിന് ഞങ്ങൾ വിറ്റിട്ടില്ല. വിറ്റതായി തെളിയിച്ചാൽ തരാൻ കഴിയുമെന്ന് ഞങ്ങൾ വെല്ലുവിളിച്ചു. അവിടെ ഖുർആൻ മൊയ്യാര് പറഞ്ഞു 100 റുപ്യ മുതൽക്ക് 10,000 വരെ പൈസക്ക് വിറ്റു എന്ന് കാസർകോട്ടുകാർ കണ്ടു എന്ന് പറഞ്ഞു. എന്നോട് കാസർകോട്ടെ സംഘം ആളുകൾ ഈ മുടിയുടെ വെള്ളത്തിന് പോയ ആളുകൾ പറഞ്ഞു 10,000-നും 1,000-നും 101-നും വരെ വിറ്റിട്ട് പിന്നെ വെള്ളം പത്തിരുന്നു മക്കൾക്കൊന്ന് കൊണ്ടുപോയ വെള്ളം അത് തൊട്ടടുത്ത തെങ്ങിന്റെ ഒഴിച്ചിട്ട് അവർ കൊണ്ടുപോകുന്നു. ഇനി പറയട്ടെ, കാസർഗോഡുള്ള ആള് കണ്ടു എന്ന് പറഞ്ഞു തെങ്ങിന്റെ മേർത്ത് വയ്ക്കുന്നത്. തെളിവില്ലാതൊന്നും പറയാൻ പറ്റൂല. ഞാൻ ചോദിക്കുന്നു, വിനയത്തോടെ ചോദിക്കാൻ, ആ കാസർകോട്ടുകാരെ കണ്ടാളൊന്ന് ഞങ്ങൾക്ക് കാണിക്കുക. തെങ്ങിന്റെ മിരട്ട് കൊണ്ടുപോയി ഒഴിക്കുന്നത്, 10,000 റുപ്യ വാങ്ങുന്നത്, 1000 വാങ്ങുന്നത്, 100 റുപ്യ വാങ്ങുന്നത്. എന്തിന്? വെള്ളത്തിന് വാങ്ങുന്നത്. അതിന്റെ അകത്തെ ഹോട്ടലിന് ചായ കുടിച്ചിന്റെ വാങ്ങിണ്ടാവും. മർക്കത്തിൽ ആർക്കും നേർച്ചയെ കൊടുത്തിട്ടുണ്ടാവും. സംഭാവന ചെയ്യാൻ വന്നത് സംഭാവന കൊടുത്തിട്ടുണ്ടാവും. ഞാൻ ചോദിക്കുന്നത്, വെള്ളത്തിന് ഒരു നയാ കാശെങ്കിലും വാങ്ങി അല്ലെ വെള്ളം ബാക്കിയായിട്ട് തെങ്ങിന്റെ മരട്ട് കൊണ്ടുപോയിട്ട് ഒഴിച്ചത്? അത് ഏത് തെങ്ങ? മർക്കസിൽ അങ്ങനെ ഒഴിക്കണേ അത്ര അടുത്തൊന്നും തെങ്ങുണ്ടാവില്ല, കുറെ ദൂരെ കൊണ്ടുപോയി ആയിരിക്കട്ടെ. അങ്ങനെ ഏത് തെങ്ങിനാ ഒഴിച്ചത്? ആരാ കണ്ടത്? ചെലവ് തീർത്ത് ഞാൻ വഹിച്ചോളാം. ആളൊന്ന് ഹാജരാക്കി തരുമോ? ഞാൻ കാസർഗോഡ് നിന്ന് വെല്ലുവിളിച്ചു. അതുപോലെ തന്നെ കേരളം മുഴുക്ക വെല്ലുവിളിച്ചു. ഇന്ന് വരെ ഒരൊറ്റ മനുഷ്യനെ ഞങ്ങള് അല്ലാഹുവിന്റെ റസൂലിന്റെ മുടിയിട്ട വെള്ളം പൈസക്ക് കൊടുത്തതായി ഒരൊറ്റ മനുഷ്യനെ കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞില്ല. മുഴുവൻ കളവും പറയുന്ന നിങ്ങൾക്കൊരു കള്ളസാക്ഷിയെ പോലും കിട്ടിയില്ല. ഇനി കള്ളസാക്ഷി കൊണ്ടുവരണ്ട കേട്ടോ. നിങ്ങൾക്ക് ഇന്ന് വരെ തെളിയിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ വെല്ലൂരിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ മുടിയിട്ട വെള്ളം കൊണ്ടുവന്ന് ഒരു കുപ്പി 25,000 ഉറുപ്പ്യക്ക് വിറ്റു. അങ്ങനെ 2 കുപ്പി വെള്ളം വിറ്റു. അതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചു, പണക്കാർക്ക് മാത്രം ബർക്കത്ത് മതിയോ? സാധുക്കൾക്ക് ബർക്കത്ത് വേണ്ടേ? ഇതെന്ത് സമസ്യയാണ് നിങ്ങളെ സമസ്ത? ഇതിനൊന്നും നിങ്ങൾ മറുപടി പറഞ്ഞില്ല. വെല്ലൂരിൽ നിന്ന് ഹബീബായ റസൂലുള്ളാഹിന്റെ മുടിയിട്ട സനദുള്ള വെള്ളം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. 2 കുപ്പിയിലുണ്ട്. അത് ദാറുൽ ഖുർആനിലേക്ക് 25,000 രൂപ വീതം ചെയ്യാൻ ഈ സദസ്സിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർക്കത് നൽകുന്നതാണ്. 2 കുപ്പി വെള്ളം, 2 ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സനദുള്ള വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളാണ്, സനദുള്ള വെള്ളാണ്. എന്തെങ്കിലും തോന്നിയത് പറയല്ല. ഓർത്തല്ലോ. ഞാൻ ചോദിക്കുന്നു അതിന്റെ സനദ്, വെല്ലൂരിൽ നിങ്ങൾ കൊണ്ടുവന്ന് വെള്ളം വിറ്റ മുടിയുടെ സനദ് നിങ്ങളൊന്ന് പ്രസിദ്ധീകരിക്കണം. കാരണം 50,000 വാങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് അത് നിങ്ങളൊന്ന് പ്രസിദ്ധീകരിക്കണം. അതെ, അല്ലെങ്കിൽ 50,000 വാങ്ങിയവരോട് മറുപടി പറയണം. ഇന്ന് വരെ നിങ്ങൾ സനദ് ഉദ്ധരിച്ചിട്ടില്ല. നിങ്ങൾ കാസർഗോഡ് മുതൽക്ക് ചെമ്മാട് വരെ പ്രസംഗിച്ചിട്ട് സനദ് പറഞ്ഞിട്ടില്ല. രണ്ടാമതായി ഞാൻ പറയട്ടെ, തീർന്നില്ല. മതി, രണ്ടാമത്തെ പറഞ്ഞു സാധുക്കൾക്ക് വേണ്ടേന്നാ. ഒരു ചോദ്യം കൂടി, ഒരു മൂന്നാമത്തെ ചോദ്യം കൂടി എന്റെ ഒരു കൂട്ടിക്കോടി. അതറിയോ, അള്ളാന്റെ റസൂലിന്റെ മുടിയിട്ട വെള്ളല്ലേ, വലിയ ബർക്കത്തുള്ള വെള്ളല്ലേ? അതെന്തിനാ ഖുർആൻ മൂല്യാരങ്ങൾ വിറ്റിയാലും നിങ്ങൾക്ക് എന്നെ എടുത്തൂടെ? റസൂലുള്ളാഹിന്റെ ബർക്കത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ആ വെള്ളം അങ്ങ് എടുത്തൂടെ മുസ്ലിയാരെ? ഞങ്ങളൊക്കെ വെള്ളം വിതരണം ചെയ്യാറുണ്ട്, കുടിക്കാറുണ്ട്. രണ്ടുവാ ചെയ്യല്. നിങ്ങൾ വിൽക്കുകയാണ്, ബർക്കത്തുള്ള വെള്ളം വിൽക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് വിശ്വാസം ഇല്ല എന്നല്ലേ മനസ്സിലാകുന്നത്? ഇങ്ങനൊരു ചോദ്യവും കൂടി, മൂന്നാമത്തൊരു ചോദ്യവും കൂടി മുജാഹിദീങ്ങളെ കൊണ്ട് നിങ്ങൾ ചോദിപ്പിക്കും. അതിന് മുമ്പ് ഞാൻ തന്നെ അങ്ങോട്ട് ചോദിക്കുകയാണ്. എന്നോട് വൈകുന്നേരം ഒരാൾ വന്ന് പറഞ്ഞ്, ബഹുമാനപ്പെട്ട ഹൈദരി ശിഹാബങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് തങ്ങളെ കൊണ്ട് എന്നെ പറയിക്കാനുള്ള പരിപാടിയുണ്ട്. വഞ്ചനയായിട്ട് ആർക്കും പൈസ കിട്ടേ തിരിച്ചു കൊടുക്കണോ? വഞ്ചിച്ചിട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ, സനദില്ലാത്ത മുടിന്റെ വെള്ളം കൊണ്ടുവന്ന് വിറ്റിട്ട് 50,000 രൂപ വാങ്ങിയിട്ടുണ്ടെങ്കിൽ വഞ്ചിച്ച് വാങ്ങിയ പൈസ തിരിച്ചു കൊടുക്കണമെന്ന് എന്നെ പറയേണ്ടത്. തിരിച്ചു കൊടുക്കണോ പൈസ, അല്ലെങ്കിൽ കാണിക്കണം സനദ്. വെറുതെ പറഞ്ഞാ പോരാ, സനദ് കാണിക്കണം. വേലൂരിലെ സനദ്. ഊര്യാചാരം പറയുന്ന അങ്ങനെ വെള്ളം വിറ്റ് പൈസ വാങ്ങാൻ പറ്റൂല. സത്യം അംഗീകരിക്കാൻ തയ്യാറാകണം. റെഡിയാണ്, സത്യം അംഗീകരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടി വിറ്റിട്ടല്ല, മുടി വിറ്റ വെള്ളം വിറ്റിട്ടല്ല, നബിയുടെ പേരിൽ പള്ളി ഉണ്ടാക്കിയിട്ടല്ല 1400 കൊല്ലം കേരളത്തിൽ ഇസ്ലാം ഉണ്ടായത്. അത് മനസ്സിലാക്കണം. മനസ്സിലാക്കണം കാസിമി. മുടിയിട്ട വെള്ളം വിറ്റിട്ടല്ല ഇസ്ലാം ദീനോട് ഉണ്ടാക്കിയത്. മനസ്സിലാക്കണം, സത്യം അംഗീകരിക്കണം. പിന്നൊന്ന് പറഞ്ഞിട്ടുണ്ട് അയാള്, റസൂലുള്ളാഹിന്റെ പേരിൽ പള്ളി ഉണ്ടായിക്കൂടാ. ഓ മൗലവി, കൂരിയാട് മൗലവി, ഞങ്ങൾക്കൊരു പള്ളിയുണ്ട് കേട്ടോ മുസ്ലിമീങ്ങൾക്ക്. ആ പള്ളിയുടെ പേര് മസ്ജിദുൻ നബവി. മദീനയിലതാ മിനാരങ്ങളുമായി ലക്ഷങ്ങൾ നിസ്കരിക്കുന്ന പള്ളി. അത്ര പ്രൗഢിയുള്ളൊരു പള്ളിയില്ല. 40 കോടിക്ക് കഴിയൂല, 400 കോടിക്കും കഴിയൂല. മസ്ജിദുൻ നബവി. നബിന്റെ പേരിൽ പള്ളി ഉണ്ടാക്കരുതെന്ന് പറയുന്ന ഈ ആശയം എവിടുന്ന് കിട്ടി മൗലവി? മദീനത്തെ പള്ളി മസ്ജിദുൻ നബവി നബിയുടെ പേരിലുള്ള പള്ളിയല്ലേ? നിങ്ങൾ എവിടെയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരുകേശത്തെ നിന്നിച്ച് നിങ്ങൾ എവിടെയാ എത്തിപ്പോയതെന്ന് ചിന്തിക്കാൻ നിങ്ങൾക്ക് ബുദ്ധി അല്ലാഹു നൽകട്ടെ. ഞങ്ങൾ കൂട്ടുപ്രാർത്ഥന നടത്തുന്നു. അതിലിടക്ക് നിങ്ങളെടുത്തൊക്കെ ബക്കറ്റും കൊണ്ടുവരും, വെള്ളം കോരാനല്ല. ഞാൻ ഉറക്കൊഴിച്ചാൽ മാത്രം പോരാ, ഇതിന് വലിയ ചെലവുണ്ടാവും. നിങ്ങൾക്ക് നല്ല സംഖ്യ കൊടുക്കണോ? സിറാജുള്ളക്കാരോ നേരത്തെ എന്നാ വിശ്വസം ഇവിടെ കൊടുക്കാൻ പറ്റില്ല. നേരത്തെ പൈസ ഇപ്പൊ എനിക്ക് വാങ്ങാൻ നേരമില്ലാണ്ടായിട്ട് ഞാൻ കുടുങ്ങിയിട്ടുണ്ട്. ഇന്നലെ ചൊവ്വാഴ്ച ഒരുപാട് ആൾ വരുന്നതാ. ചൊവ്വാഴ്ച നേരത്തെ പൈസ കൊണ്ട് ഇന്നലെ ഞാൻ പറഞ്ഞു ആരും വരണ്ട, എനിക്ക് പണിയിലാണ്. ഒരാൾ നിർബന്ധമായിട്ട് വന്ന്, അയാൾ വന്നപ്പോ 5 പവൻ തന്നു. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ മുറാദുകൾക്ക് ഹാസിലാക്കട്ടെ. 5 പവൻ തന്നു. ഇന്ന് അൽഹംദുലില്ലാ ഒരു വലിയ ഒരു 10-50 ലക്ഷം റുപ്യന്റെ ഒരു സ്ഥലം ഇന്ന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിന്റെ മുഴുവൻ പൈസയും ഇവിടെ നേരത്തെ കിട്ടിയ പൊന്ന് വിറ്റതാണ് കേട്ടോ. മൂസാജിനോട് ചോദിച്ചാൽ മുഴുവൻ ഇവിടെ നേരത്തെ കിട്ടിയ പൈസന്റെ പൊന്ന് വിറ്റതാ. 50 ലക്ഷം റുപ്യന്റെ പൊന്ന് ഇന്നലെ വിറ്റ്, ഇന്ന് രജിസ്റ്റർ ചെയ്തിട്ട് ഒക്കെ കണക്ക് വ്യക്തമായിട്ട് കണക്കുള്ളതാ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ എങ്ങനെ നേർച്ച കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഉണ്ടാവും പല വിഷമവും. അതുകൊണ്ട് ഇനി എന്തെല്ലാം അറിയാന്നറിയില്ല. അല്ലാഹു തആല തരുന്നതല്ലേ ഫലം. എന്തെല്ലാം ഫലം. അൽഹംദുലില്ലാ. ഞാനിപ്പോഴതിലേക്ക് കടക്കുന്നില്ല. എത്ര ആളുകൾ വലിയ ഫലങ്ങൾ കിട്ടിയിട്ട് ഇവിടെ ഈ അബുദാബിയിലുണ്ട് ഒരു പലസ്തീനി. അയാളെ ജോലിയിലങ്ങ് പിരിച്ചുവിട്ടു. അയാൾ ഉടനെ സിറാജുദ്ദീനിലേക്ക് നേർച്ചയാക്കി. അബ്ദുറഹിമാജി പറഞ്ഞു കൊടുത്ത പുല്ലുക്കാൻ അയാൾക്ക് 21 കൊല്ലമായിട്ട് മക്കളില്ലായിരുന്നു. അയാൾ പറഞ്ഞു കൊടുത്ത അയാൾക്ക് നേർച്ച ചെയ്തിട്ട് മക്കളുണ്ടായതാ. അയാൾ നേർച്ചയാക്കി. ഇയാളെ പിരിച്ചുവിട്ട കടലാസ് എടുത്ത് പിറ്റേന്ന് ഓഫീസിൽ ചെന്നപ്പോ മാനേജർ കടലാസ് കൊണ്ടാണ് തിരിച്ചങ്ങ് വാങ്ങി പാർസം കെറിഞ്ഞാൽ
അയാൾ ഇപ്പോൾ ജോലി എടുക്കുന്ന അവിടെ, അയാൾ മാസത്തിൽ പൈസ തരുന്നുണ്ടോ പലസ്തീൻകാർ, അവിടെ നമ്മളെ കമ്മിറ്റിക്ക് പൈസ കൊടുക്കുന്നുണ്ടായിരുന്നു. അതുപോലെ എത്ര അത്ഭുതങ്ങൾ അള്ളാഹു ഈ സ്ഥാപനത്തിന് തന്നു. അതിരിക്കട്ടെ, ഇപ്പൊ നിങ്ങൾ കിടക്കത്തില്ല. പറഞ്ഞു വന്നത് അപ്പൊ ഈ ചൊവ്വാഴ്ച അതിനും സമയം കിട്ടുന്നില്ല. ഇതിനും കൂടെ നേരം പൊക്കാണ്. നേരം പോക്കാണ്ടിരിക്കാൻ പറ്റും, അല്ലെങ്കിൽ ആളുകൾ തെറ്റിദ്ധരിച്ചൂലേ. ഈ കാസിനിക്ക് ഒരു മറുപടി ആരോട്? ഈ മൊയ്യാരോട്. ആലിമിനോട് അസൂയയുണ്ടാകും, വായിലിനോട് അസൂയയുണ്ടാകും, കാത്തിബിന് അസൂയയുണ്ടാകും. പറഞ്ഞില്ലേ? ഈ കൂരിയാട് നബി പറഞ്ഞല്ലോ, വിറ്റ് പൈസ ഉണ്ടാക്കാൻ പറ്റിയിട്ട് വിറ്റ് പൈസ ഉണ്ടാക്കിയിട്ട് ഒരു സാധനം ഇസ്ലാമിന് ഉണ്ടാക്കാൻ പറ്റൂല. ഇയാൾ വിറ്റ് പോയിക്കല്ലോ. അപ്പൊ ഇയാളെ മറുപടിയാ എന്ത്? ആലിമിനോട് അസൂയ ഉണ്ടാവും. രണ്ടും അതിൽ പെട്ടല്ലോ. ഇതിന്റെ സെനത് വായിക്കുമെന്ന് ചോദിച്ചില്ല. അത് നേരിടാൻ കഴിയാതായപ്പോ കാസർകോട്ടെ യോഗത്തില് കാസർകോട് കാതിനെ കൊണ്ട് പറയിക്കാൻ നോക്കി. പ്രായമുള്ള മഞ്ഞാമാർക്കോട്ടൊന്നും പറയിക്കലേ ഇവര് പരിപാടി പറയിക്കാൻ നോക്കി. അങ്ങനെ ചന്ദ്രികയിൽ ഒരു ചന്ദ്രികയിൽ 29-ാം തീയതി ചന്ദ്രികയും 30-ാം തീയതി ചന്ദ്രികയും കാസർകോട് രണ്ടുണ്ടേ. സമയമല്ല ഞാൻ ഓരോന്നോർന്ന് കാണിക്കുന്നതൊക്കെ സ്വീകരിക്കരുത്. അപ്പൊ എന്താ പറഞ്ഞ ആദ്യമാര് പറഞ്ഞ ചന്ദ്രികയിൽ വേലൂരുള്ള മുടിക്ക് സനതില്ല. അപ്പൊ പിറ്റേന്ന് രാവിലെ നമുക്ക് ഫോണായി. അപ്പൊ അതിന്റെ പിറ്റേത്തെ ചന്ദ്രികയിൽ അതിൽ സനതുണ്ട്. പിറ്റേന്ന് എന്നാ നിങ്ങൾക്ക് കേൾക്കണോ? അപ്പൊ ഉണ്ടെന്നും ഇല്ലാന്നല്ലോ. അപ്പൊ അവളെ കോട്ടക്ക പ്രസംഗിച്ച മൊയ്ലാര് കുടിക്കും. മൊയ്ലാർ ചെയ്യുന്നറിയോ? മൊയ്ലാര് പറഞ്ഞ് വേലൂര് 2 കൊടിയുണ്ട്. വേലൂര് ബാക്കിയാത്തിൽ ഒന്നുണ്ട്, ലത്തീഫിയയിൽ ഒന്നുണ്ട്. ലത്തീഫിയയിൽ സനതുണ്ട്, ബാക്കിയാത്തിലില്ല. നല്ല 2 കൂടി ഒപ്പിക്കാൻ കഴിയും. സുബ്ഹാനല്ലാഹ്. പണ്ടൊരാള് ഒരു മുജാഹിദിന് പുതിയാപ്പിളയാക്കി, ഒരു സുന്നിനെ പുയ്യാപ്പിളയാക്കി. മുജാഹിദ് പുയ്യാപ്പിള വരുമ്പോ അല്ലാഹു അക്ബർ മേലെ, സുന്നി പുയ്യാപ്പിള വരുമ്പോ അല്ലാഹു അക്ബർ ചോടെ. ഒരു ദിവസം അതാ ബറാത്തിന് അവർ രണ്ടാളും ഒന്നായി. അപ്പൊ ഇയാൾ അല്ലാഹു അക്ബർ ഒന്ന് മേലെ ഒന്ന് ചോടെ. 2 പുയ്യാപ്പിളക്കും കുഴപ്പം വേണ്ട. ഈ മാതിരി അയാൾ പറയുന്നത് കേട്ടോളി. സനദില്ലാതെ വെല്ലൂർ ബാഖിയാത്തു സാലിഹാത്തിൽ ഒരു മുടിയുണ്ട്, ലത്തീഫിയയിലും മുടിയുണ്ട്. വെല്ലൂർ ബാഖിയാത്തു സാലിഹാത്തിലുള്ള ഷാർ ആ പറയുന്ന മുടി ഇട്ട വെള്ളം അവിടെയുള്ള ബാഖവികളായ ആളുകൾക്കറിയാം. അവിടെ ആർക്കും കൊടുക്കാറില്ല. കാരണം അതിന്റെ സനദിൽ സംശയമുള്ളത് കൊണ്ട്. അവിടെ കൊടുക്കുന്ന വെള്ളം ലത്തീഫിയിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളം, അത് സനദ് ശരിയുള്ളത് കൊണ്ടാണ്. ഇത് മനസ്സിലാക്കാൻ ബാഖവിയായ അബൂബക്കർ മുസ്ലിയാർക്ക് കഴിയില്ലേ? ആളെ പോയി പഠിച്ചിട്ടുണ്ടല്ലോ, ഉസ്താമാരെ പൊരുത്തില്ലെങ്കിലും പോയി പഠിച്ചു വന്നിട്ടുണ്ടല്ലോ. ബാഖവിയാണല്ലോ, MSD ആണ്, ബാഖവിയാണ്. അവിടെ സുഹൃത്തുക്കളെ, ഇയാൾ കാന്തപുരസായനം പറഞ്ഞ നിങ്ങൾ കേട്ടോ? അയാൾ പറഞ്ഞു MSD ആണ്, ബിരുദുണ്ട്, മറ്റേ സെക്രട്ടറിനെ പോലെ അല്ല. മനസ്സിലായില്ലേ? അത് നന്നായി പറഞ്ഞത്. പിന്നൊന്ന് കേൾക്കണം, ബിരുദുണ്ട് കേട്ടോ. ആദ്യം ജനറൽ സെക്രട്ടറി അല്ലേ? ബാക്കിയാദ്യം പഠിച്ചിട്ടില്ലേ കാന്തപുരോ? അബൂബക്കർ മുസ്ലിയാര് പഠിച്ചിട്ടുണ്ടല്ലോ. എന്നിട്ടോ നിങ്ങൾ പഠിച്ചില്ല? അവിടെ നിങ്ങൾ പഠിച്ചിട്ടില്ലല്ലോ. പഠിച്ചാൽ അബൂബക്കർ മുസ്ലിയാരല്ലേ? എന്നാ മൊയ്ലിയാരെ പറഞ്ഞ കള്ളത്തരാട്ടോ നിങ്ങൾ. ലത്തീഫിയയിൽ നിന്ന് കൊണ്ടുവരുന്ന വെള്ളമല്ല, ബാക്കിയാത്തിൽ വെച്ച് കൊടുക്കുന്ന വെള്ളം. ശരിക്കും ആലോചിച്ചോളൂ. ആ കണ്ണാടി പറമ്പേ, കണ്ണാടി കൂട്ടിൽ നിന്ന് കല്ലെറിയണ്ട. ശരിക്കും ആലോചിച്ചോളൂ. നിങ്ങൾ പറഞ്ഞില്ലേ വെല്ലൂർ ബാക്കിയാത്തിലെ മുടിക്ക് സനദില്ലെന്നും ലത്തീഫിയിലെ മുടിക്ക് സനദുണ്ട് എന്നും പറഞ്ഞില്ലേ? തെളിയിക്കാൻ കഴിയോ? ബാക്കിയാത്തിലെ മുടിക്ക് സനദില്ല എന്നത് തെളിയിക്കാൻ കഴിയോ? ലത്തീഫിയയിലെ മുടിക്ക് സനദുണ്ട് എന്ന് തെളിയിക്കാൻ കഴിയോ? രണ്ടിനും ഒരുപോലെ വെല്ലുവിളിക്കുന്നു. പറയൂ പറയൂ പറയൂ. സനദൊന്ന് വായിക്ക്, ഞാളൊന്ന് കേട്ടട്ടെ. ലത്തീഫിയയിലെ സനദൊന്ന് വായിക്ക്. ബാക്കിയാത്തിന് സനദില്ല എന്നതിന് തെളിവും പറ. ഞാൻ വിളിച്ചിട്ടുണ്ട് ഇന്നും ബാക്കിയാത്തിൽ ദർസ് നടത്തുന്ന ഒരു മഹാപണ്ഡിതനെ ഞാൻ ഇന്ന് വിളിച്ചിട്ടുണ്ട്. അതേ ഞാനുമായി സംസാരിച്ച അതേ സംസാരം ഞാൻ പിടിക്കുമെന്ന് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം സങ്കടത്തോടെ പറയാണ്, നിങ്ങൾ ഈ വിവാദം ഒന്ന് കെട്ടടങ്ങളും, അതിന് നിങ്ങൾ പ്രവർത്തിക്കണം. ഞാൻ ഇന്നും പറയുന്നു, ഞങ്ങൾ ഈ വിവാദം ഇഷ്ടപ്പെട്ടവരല്ല. പക്ഷേ പച്ചക്കള്ളം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുമ്പോ സത്യം പറയണ്ടേ? ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോ അദ്ദേഹം പറയുന്നു, മദ്രാസിൽ നിന്നാണ്, അതൊരു തങ്ങളെ വീട്ടിൽ വെച്ചാണ്. അതേ അവിടുത്തെ വേലൂർ ബാഖിയാത്ത് പള്ളിയുടെ പ്രസിഡന്റും ബാഖിയാത്തിൽ പ്രസിഡന്റും അവരൊക്കെ ഒന്ന് തന്നെ. അവര് മുഖേന തങ്ങളെ വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് വേലൂർ ബാഖിയാത്തിൽ വെച്ച് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ തങ്ങളെ ടെലിഫോൺ നമ്പർ അടക്കം എനിക്ക് അദ്ദേഹം തന്നിട്ടുണ്ട്. അത് മദ്രാസിലാണ് ഇപ്പോ അത് സൂക്ഷിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പേര് സയ്യിദ് ഇർഫാൻ ഹുസൈൻ എന്ന പേര്. സയ്യിദ്
ഇർഫാൻ ഹുസൈൻ. ഇർഫാൻ ഹുസൈൻ. അതെ. അപ്പൊ അത് ലത്തീഫിയൽ സൂക്ഷിക്കുന്ന മുടി മറ്റൊന്നല്ലേ? റഷീദ് വേറൊന്നാണ്. അത് വേറൊരു മുടിയല്ലേ? അത് വേറെ മുടിയാണ്. അപ്പൊ ലത്തീഫിയെന്ന് കൊണ്ടുവരുന്നതല്ല ഇവിടെ വെള്ളം കൊടുക്കുന്നത്? അല്ല, ലക്ഷ്മി കൊണ്ടുവരുന്നല്ല. ഇവിടെ വാസ്തവത്തിൽ മുടി ഒറ്റയും സൂക്ഷിച്ചിട്ടില്ല. ഇല്ല, ബാക്കിയാത്ത അറബി കോളേജിൽ ഇല്ല. ബാക്കിയാത്ത കമ്മിറ്റിയിലാണ് ചെയ്യാറുള്ളത്. കമ്മിറ്റിന്റെ കൈവശം. കമ്മിറ്റിയുടെ കൈവശമുള്ളതാണ് ഈ തങ്ങൾ. പള്ളി കമ്മിറ്റിയും ബാക്കിയാത്തിന്റെ കമ്മിറ്റി 2 കമ്മിറ്റിയാണ്. പള്ളി കമ്മിറ്റിന്റെ കയ്യിലുള്ളത്? അതെ, പള്ളി കമ്മിറ്റി പ്രസിഡന്റും ബാക്കിയാത്ത കോളേജിന്റെ പ്രസിഡന്റ് ഒന്നാണ്. പ്രസിഡന്റുമാരൊന്നാണ്. അപ്പൊ അവരുടെ നിയന്ത്രണമാണ് ഈ കാര്യം വരിക. പ്രസിഡന്റിന്റെ പള്ളി കമ്മിറ്റിയിലെ പള്ളി കമ്മിറ്റിന്റെ നിയന്ത്രണത്തിലാണ് ഈ മുടിയുള്ളത്, കാണിക്കാറുള്ളത്. അതെ. ഈ തങ്ങളെ വീട്ടിലാണ് സൂക്ഷിപ്പ്. അതെ. ഈ ഇർഫാൻ ഹുസൈൻ എന്ന് പറഞ്ഞ അതെ അതെ ഓരോ വീട്ടിലാണ് സൂക്ഷിപ്പ്. അതാണ് ഇവിടെ കൊണ്ടുവന്നിട്ട് വെള്ളം കൊടുക്കുന്നത്. മറ്റത് ലത്തീഫിയിലുള്ള മുടി വേറെയാണ്. ലത്തീഫിയിലുള്ള മുടി വേറെയാണ്. അവിടുത്തെ അതും ഒരു തങ്ങളാണ് അവിടുത്തെ പ്രിൻസിപ്പാൾ ആയിട്ടുള്ളത്. ഓ ഓ അദ്ദേഹത്തിന്റെ ഞാൻ പോയിട്ടുണ്ട് ഒരിക്കൽ. ഓ അദ്ദേഹത്തോട് ഞാൻ ഈ കാര്യത്തിൽ സംസാരിച്ചു. വാക്യാത്ത് 2 ഒന്നാണെന്ന് വെച്ചപ്പോൾ അല്ലെ വാക്യാത്ത് ലത്തീഫിന്റെ ആണ് വേറെയാണെന്ന് മൂപ്പർ അന്ന് എന്നോട് പറഞ്ഞിരുന്നത്. ലത്തീഫിയില് വേറെയാണ്, വാക്യാത്തിൽ വേറെയാണ്. വാക്യാത്തിൽ കൊടുക്കുന്നത് വേറെയാണ്. അതെ. അല്ല, ഇവിടെ ഒരാൾ പ്രസംഗിച്ചു ലത്തീഫി എന്ന് മുടി കൊണ്ടുവന്നിട്ടാണ് ഇവിടെ കൊടുക്കാറ്. ബാക്കിയാത്തിൽ മുടി ഉണ്ട്, പക്ഷെ അതിന് സെനതില്ലാത്തത് കൊണ്ട് പുറത്തെടുക്കലില്ല. അതെല്ലാം വിവരക്കുറവാണ് എന്റെ അഭിപ്രായത്തിൽ. ഇനി ഞാൻ പറയട്ടെ, ലത്തീഫിയിൽ കൊണ്ടുവന്ന വെള്ളമാണ് ബാക്കിയാത്തിൽ കൊടുക്കുന്നതെന്ന് നിങ്ങൾ പറഞ്ഞത് ശുദ്ധ നുണയാണ്. ഫൈസി, നിങ്ങളാണ് SKSSന്റെ സ്ഥാപക പ്രസിഡന്റ്. പിന്നെ ഇതിന്റെ കാര്യം പറയേണ്ടതുണ്ടോ? അള്ളാഹു നിങ്ങളെ ഷെറിൽ നിന്ന് ഈ ഉമ്മത്തിനെ കാക്കട്ടെ. നിങ്ങൾ കാന്തപുരം ഉസ്താദിനെ ഇൻസൾട്ട് ആക്കിയതൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട്. അതിനൊക്കെ അക്കമിട്ട് മറുപടി പറയാൻ കാന്തപുരം ഉസ്താദിന് 10,000 ശിഷ്യന്മാരുണ്ട് ഇവിടെ. നിങ്ങൾക്ക് എത്ര ശിഷ്യന്മാരുണ്ട് ഞങ്ങൾക്കൊന്നറിയണം. പക്ഷേ അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെപ്പോലെ തരം താഴ്ന്ന ഭാഷയിൽ അങ്ങോട്ട് പറയുന്ന ഏർപ്പാട് ഞങ്ങൾക്കില്ല. കാരണം നിങ്ങൾ വന്യ ഒരു ഉസ്താദ് അവറുകൾ അതിന് ഞങ്ങൾക്ക് സമ്മതം തന്നിട്ടില്ല. ഞങ്ങളെ സംസ്കാരത്തോടെയാ വളർത്തിയത്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾ 50,000 ഉറുപ്പിക വാങ്ങി വിറ്റ മുടിയുടെ വെള്ളം, ആ വെള്ളത്തിന്റെ സെനത് പറയാൻ 2 മിനിറ്റ് പോരെ? എന്തേ നിങ്ങളെ സെനത് പറയാത്തത്? സെനത് എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഇവർ പറയുന്നത് വലത്തോട്ട് തുപ്പുന്ന ആളാണെങ്കിൽ പോലും എടുക്കാൻ പറ്റൂല. എന്നാൽ വളരെ പെട്ടെന്ന് പരിപാടി കഴിക്കും. ചിലപ്പോ ഏപി ഉസ്താദോ അല്ലെങ്കിൽ ഏപി ഉസ്താദിനാണ് ഇപ്പൊ മുടിയില് സെനത് ഉപ്പരല്ല, ഇനി സെനത് അങ്ങനെയല്ല പോവാ. അപ്പൊ ഏപി ഉസ്താദിനെ ചിലപ്പോൾ എന്തെങ്കിലും എടുത്തുവാത്തൊരു മനുഷ്യനുള്ളത് കൊണ്ടോ മറ്റോ ചിലപ്പോൾ വലത്തുവാത്തേക്ക് തുപ്പിക്കൂടാതില്ല. എടുത്തുവാത്ത മനുഷ്യന്മാരെ വലത്തുവാത്ത് തുപ്പേണ്ടി വരും. വലത്ത് തുപ്പിയാൽ പറ്റൂല എന്ന് ആദ്യം പറഞ്ഞാൽ ഏപി ഉസ്താദിന്റെ മുടിയിൽ കയ്യിലെ മുടി പറ്റൂല എന്ന് പറയാൻ വകുപ്പായല്ലോ. അതിന് ഇയാൾ പറയുന്നത് ഒന്ന് കേട്ടോളൂ. എന്തിനാ ഈ സെനത് ഇത്രയേറെ വിഷമിച്ചുണ്ടാക്കണം? ഒരാള് ഇടത്ത് ഭാഗത്ത് തുപ്പലിന് പകരം വലത് ഭാഗത്തേക്ക് തുപ്പിയ ആളുടെ പോലും അയാളെ ഈ സെനതിലേക്ക് സ്വീകരിക്കപ്പെടുകയില്ല. എന്നിട്ടല്ലേ കളവും 100 കളവും 1000 കളവും പറയുന്നയാളെ സ്വീകരിക്കുന്നത്. അങ്ങനെ സ്വീകരിക്കപ്പെടാത്ത രീതിയിൽ വളരെ ശക്തമായ സെനതിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചുള്ള ഒരു വാക്ക്, നബി തങ്ങൾ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്ന ഒരു വാക്ക് അതിശക്തമായ സെനതിലൂടെ സ്ഥാപിക്കപ്പെടുകയാണ്. അക്കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാൾ പറ്റാത്തയാളാണെങ്കിൽ വളരെ ചെറിയ നിലയിൽ എന്തെങ്കിലും മുഴപ്പിന്റെ ഇല്ലത്തുണ്ടെങ്കിൽ അയാളെ തള്ളി. ഹദീസ് സഹിയാണെങ്കിൽ പോലും സ്വീകരിക്കപ്പെടില്ല. ഹദീസ് സഹിയാണെങ്കിൽ പോലും സ്വീകരിക്കപ്പെടൂല. ഇയാൾക്ക് എവിടുന്ന ബിരുദം കിട്ടി? വെറുതെ പട്ടിക്കാട് കോളേജിൽ പറയിക്കണം. ഹദീസ് സഹിയായാലും സ്വീകരിക്കൂലെന്നോ? ഇതെല്ലാ കാര്യത്തിലും നിങ്ങൾ തന്നെ ഹദീസ് പറഞ്ഞിട്ടുണ്ടാവാം, പക്ഷെ ഈ ഇടയ്ക്കുള്ളയാള് മോശക്കാരനായാൽ ആ സനത് ശരിയല്ലാത്തത് കൊണ്ട് ആ ഹദീസ് സ്വീകരിക്കപ്പെടുകയില്ല. സാധാരണക്കാരായ ആളുകൾ മനസ്സിലാക്കണം, ലൈഫായ ഹദീസ് എന്ന് പറഞ്ഞാൽ നബിതങ്ങൾ പറയാത്ത ഹദീസ് എന്നല്ല അർത്ഥം. മറിച്ച് നബിതങ്ങൾ പറഞ്ഞു എന്ന് പറയുന്ന ആളുകളുടെ പരമ്പരയിൽ ഒരാൾ മോശക്കാരനുണ്ട്, ചെറിയ മോശം എന്തെങ്കിലും മതി, എന്നാൽ ആ ഹദീസ് സ്വീകരിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞത് മുഴുവനും തെറ്റാണ്. ഒരു കിതാബിൽ നിന്നും അത് തെളിയിക്കാൻ കഴിയൂല. വലതുഭാഗത്ത് തുപ്പിയ ആളുകളിൽ നിന്ന് ചില വലിയ മഹാന്മാര് സലഫിന്റെ കാലഘട്ടത്തിൽ റിപ്പോർട്ട് സ്വീകരിക്കാത്തവരുണ്ടായി എന്ന് ചിലപ്പോൾ ചരിത്രത്തിൽ കണ്ടേക്കാം. പക്ഷേ അതിനർത്ഥം വലത്തു തുപ്പിപ്പോയവന്റെ
ഹദീസ് സ്വീകരിക്കാൻ പറ്റുകയില്ല എന്നല്ല. അങ്ങനെ ലോകത്ത് ഒരു ഹദീസ് പണ്ഡിതനും പറഞ്ഞിട്ടില്ല. ഇത് നിങ്ങൾ ഉണ്ടാക്കിയ പുതിയ ഉസൂലാണ്. അത് ഞാൻ പൊട്ടിപ്പൊളിക്കാൻ പോകുന്നു. എങ്ങനെ? നിങ്ങളെപ്പോലെ അനാവശ്യവും ഗീബത്തും നമീമത്തും പറഞ്ഞു പഠിച്ചതല്ല. ഞങ്ങൾ കിതാബോധി പഠിച്ചതാണ്. അതുകൊണ്ട് നവവി ഇമാമിന്റെ കിതാബ് വായിക്കുന്നു. ഇർഷാദ് എന്താ പറയുന്നത്? ഇന്നത്തെ കാലത്തുള്ള മനുഷ്യന്മാര് ഇങ്ങനത്തെ വലിയ സൂക്ഷ്മത ഉള്ളവരുണ്ടാവുമോ? ഉണ്ടാവൂല. അതുകൊണ്ട് ഇന്നത്തെ സനദ് എന്ന് പറഞ്ഞാൽ എന്താ? ബഹുമാനപ്പെട്ട നവവി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നത് കേട്ടോ. നവവി ഇമാമിന്റെ കാലത്ത് തന്നെ 800ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ وذلك لأن المقصود بالسماع في هذه الأزمان المحافظة على بقاء سلسلة الإسناد التي خصت بها هذه الأمة فليعتبر من الشروط ما يليق بهذا الغرض فيكتفى في الشيخ بكونه مسلما بالغا عاقلا غير متظاهر بالفسق والسخف. നബി പറഞ്ഞതിന്റെ ആകത്തുക എന്താ? സാധാരണക്കാർക്ക് വേണ്ടി ഞാൻ പറയാണ്. നമുക്ക് ഹദീസ് പറഞ്ഞു തരുന്ന ശൈഖ് മുസ്ലിം ആയാൽ മതി, പ്രായപൂർത്തിയെത്തിയാൽ മതി, ബുദ്ധിയുള്ളവനായാൽ മതി, പരസ്യമായി തെറ്റ് ചെയ്യാത്തവനും പരസ്യമായി അനാവശ്യം പറയാത്തവനുമായാൽ മതി. ഇത്രേ ആവശ്യമുള്ളൂ നവവി ഇമാമിന്റെ കാലത്ത് തന്നെ എന്ന് ഇമാം നവവി ഇർഷാദിൽ പറയുന്നു. ഇതിനെതിരാണ് നിങ്ങളെ കോട്ടക്കൽ പ്രസംഗം. നിങ്ങൾ സമസ്തയുടെ പേര് പറയുന്നതിലാണ് ഞങ്ങൾക്ക് നാണം, അതിനാണ് ഞങ്ങൾക്ക് ലജ്ജ. ഇനി രണ്ടാമത് പറയട്ടെ സുഹൃത്തുക്കളെ, ഹദീസ് സഹിഹായ തന്നെ സനദിൽ ആരെങ്കിലും ഉണ്ടാ സ്വീകരിക്കാൻ പറ്റൂല. പുതിയ കണ്ടുപിടുത്തം കണ്ടുപിടിക്കല്ലേ? എടുക്കുമോനെ നവവി ഇമാമിന്റെ അദ്കാറ്? ശരിക്ക് കേട്ടോ. ഖാലൽ ഉലമാഉ മിനൽ മുഹദ്ദിസീന വൽ ഫുഖഹാഇ വഗൈരിഹിം, ആലിമീങ്ങൾ പറഞ്ഞിരിക്കുന്നു. ആര്? ഹദീസ് പണ്ഡിതന്മാർ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ, മറ്റ് പണ്ഡിതന്മാർ. യജൂസു വയുസ്തഹബ്ബുൽ അമലു ഫിൽ ഫളാഇലി വത്തർഗീബി വത്തർഹീബി, ഒരു കാര്യത്തിന് പ്രേരണ നൽകുന്ന വിഷയത്തിൽ, അല്ലാഹുവിന്റെ റസൂലിനെ ബഹുമാനിക്കുന്നതിന് പ്രേരണ നൽകുന്ന, റസൂലുള്ളാഹിന്റെ ശഹർ മുബാറക്കിനെ ബഹുമാനിക്കാൻ പ്രേരണ നൽകുന്ന, വത്തർഹീബി അതിനെതിരെ നിങ്ങൾ പറഞ്ഞു പോകല്ലേ എന്നതിന് പ്രേരണ നൽകുന്ന അതുപോലെയുള്ള സംഗതികളിൽ, അതുപോലെ തന്നെ ഫിൽ ഫളാഇലി അതാ ബറാഅത്ത് രാവിന് ബഹുമാനമുണ്ടെന്ന് പറയുന്ന അത്തരത്തിലുള്ള ബഹുമാനം പറയുന്ന വിഷയങ്ങളിൽ യജൂസു അനുവദനീയമാണ്, വയുസ്തഹബ്ബു സുന്നത്തുമാണ്, അൽ അമലു ഫിൽ ഫളാഇലി ഇത്തരം ബഹുമാനങ്ങളുടെ വിഷയത്തിലും നല്ല കാര്യത്തിന് പ്രേരണ നൽകുന്ന വിഷയത്തിലും തെറ്റിലേക്ക് പോകുന്നതിനെ നിന്ന് തടയുന്ന വിഷയത്തിലും ബിൽ ഹദീസി വഈഫി, വഈഫായ ഹദീസ് കൊണ്ട് അമലി ചെയ്യൽ സുന്നത്താണ്. മാലം യകുൻ മൗദൂഅൻ, അത് അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ കള്ളം പറയുന്നവനാണെന്ന് ഉറപ്പുള്ളവൻ അതിന്റെ സനദിലില്ലാത്ത കാലത്തോളം. ഇമാം നബവി റഹിമഹുല്ലാഹ് അദ്കാറിൽ പറയുന്നു. കോട്ടക്കലിലും നിങ്ങളെ മുഴുവൻ സ്റ്റേജിലും നിങ്ങൾ പറഞ്ഞ വാദം അത് മുജാഹിദ് വാദമാണ്. എന്താ മുജാഹിദ് വാദം? വൈഫായ ഒരൊറ്റ ഹദീസ് കൊണ്ടും പ്രവർത്തിച്ചൂടാ. അങ്ങനെയാണ് അവർ അതാ സുഹൃത്തുക്കളെ ഇജ്മാഅ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണെങ്കിലും അതാ ബറാഅത്ത് രാവിന് ബഹുമാനമില്ലെന്ന് മുജാഹിദ് പറഞ്ഞു. അതിനെന്താ അവർ പറഞ്ഞ കാരണം? ബറാഅത്ത് രാവിനെ സംബന്ധിച്ച് മിസ്കാത്തിൽ ഒരു ഹദീസ് ഉണ്ട്. ആ ഹദീസ് അത് വഈഫാണ്, അതുകൊണ്ട് ബറാഅത്ത് രാവിന് ബഹുമാനമില്ലെന്ന് മുജാഹിദ് പറഞ്ഞു. നിങ്ങൾ അതിനെ ഒന്നും കൂടി ഓവർടേക്ക് ചെയ്ത് സഹീഹും കൊണ്ടും പ്രവർത്തിച്ചൂടാന്നാ ഇപ്പൊ പറഞ്ഞത്. കൽബ് ഗോത്രത്തിലുള്ള ആടുകളുടെ രോമത്തിന്റെ എണ്ണത്തെക്കാളധികം അല്ലാഹു ദോഷം പുറത്തു കൊടുക്കുന്ന ദിവസമാണ് ബറാഅത്ത് രാവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് റവാഹു തിർമിദി ഇബ്നു മാജ വസഅറാദീൻ മിമ്മൻ ഇസ്തഹഖന്നാർ, നരകത്തിന് കാരണക്കാരാകുന്ന ആളുകൾ അല്ലാഹു മോചിപ്പിക്കുമെന്നാ പറഞ്ഞ ഹദീസിൽ റസീന്റെ റിവായത്തിൽ. വഖാല തിർമിദി, ഇമാം തിർമിദി പറഞ്ഞു സമീഅതു മുഹമ്മദൻ യാനൽ ബുഖാരിയ, ബുഖാരി മാ പറയുന്നത് കേട്ടിരിക്കുന്നു. യുളൈഫു ഹാദൽ ഹദീസ്, ഈ ഹദീസ് ലൈഫാണെന്ന് പറയുന്നത് കേട്ടിരിക്കുന്നു. സുഹൃത്തുക്കളെ ഇജ്മാഅ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. അപ്പൊ പിന്നെ ഹദീസിലേക്ക് നോക്കേണ്ടത് തന്നെ ഇല്ല. ബറാഅത്തിന് ബഹുമാനമുണ്ട്. അപ്പോൾ ഈ ഹദീസ് ദഈഫായ പരമ്പരയായതിനാൽ മൗലവിമാര് പറഞ്ഞു ബറാഅത്തിന് ബഹുമാനില്ല. എന്നാൽ ദഈഫായ ഹദീസ് കൊണ്ട് പ്രവർത്തിക്കണോ പ്രവർത്തിക്കണ്ടേ? അതാ അതിന്റെ തറഹില് മുല്ലാ അലിൽഖാരി പറയാണ്,
എന്താ പറഞ്ഞത്? ലാകിൻ യുഅ്മലു ബിൽ ഹദീസി അല്ലാഹി, ദഈഫായ ഹദീസ് കൊണ്ട് അമൽ ചെയ്യപ്പെടണം. കർമ്മങ്ങളുടെ ബഹുമാനത്തിന്റെ വിഷയത്തിൽ ബിത്തിഫാഖിൽ ഉലമാ, ഒരു പണ്ഡിതനും അതിന് തർക്കമില്ല, ഒരു ഇമാമിനും തർക്കമില്ല. നിങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ പേരും പറഞ്ഞ് സമസ്തയുടെ പേരും പറഞ്ഞ് മുജാഹിദ് ആശയത്തിനേക്കാൾ ഓവർടേക്ക് ചെയ്ത് പിഴച്ച ആശയം പറയുന്നത് നിർത്തിയേ പറ്റൂ. നിങ്ങൾ ഈ ആശയം നിർത്തിയേ പറ്റൂ. ഇനി സുഹൃത്തുക്കളെ, കിതാബും കൊണ്ടുവാ, കിതാബും കൊണ്ടുവാ, എന്നിട്ട് പറയാൻ പറ്റും. മങ്കൂസ് മൗലിദ് തള്ളിയതെന്താ? كان إلى جانبي رجل ذمي وكنت في شهر ربيع الأول أدعو الفقراء وأعمل مولدا للنبي صلى الله عليه وسلم. മുജാഹിദീങ്ങൾ എന്ത് പറഞ്ഞു? അതിന് സഹിഹായ സനദില്ല എന്ന് തള്ളി മങ്കൂസ് മൗലിദ്. നിങ്ങളിപ്പോ പറയുന്നത് സഹിഹായ സനദില്ലേ, തള്ളണം. മങ്കൂസ് മൗലിദ് തള്ളാനുള്ള ഏർപ്പാടാ, തുടക്കാണിത്. പിന്നെയോ സ്വപ്നത്തിലൊന്നും കൈമാറൂല. നിങ്ങളെ പുതിയ ആശയം. ഞങ്ങളെ മുഹീദ്ദീന്മാരെ തള്ളാനാ? എന്റെ വേദം വീളമ്പി പറവാൻ മടിച്ചാരേ വേദാംബറവർ വായിൽ തുപ്പിക്കൊടുത്തോവർ. അള്ളാന്റെ റസൂലിന്റെ ഉമിനീര് സ്വപ്നത്തിൽ തുപ്പിക്കൊടുത്തു മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്. ആ മങ്കൂസ് മൗലിദ് അംഗീകരിക്കാത്തവൻ, മുഹീദ്ദീന്മാരെ അംഗീകരിക്കാത്തവൻ സുന്നിയല്ല, അവനെ തുടരാൻ പറ്റൂല. 18ാം സമ്മേളനം പ്രമേയം, മീഞ്ചന്തയിലെ സമ്മേളനം, സമസ്തയുടെ സമ്മേളനം, എന്റെ കയ്യിലുണ്ട് റിപ്പോർട്ട്. സമസ്തയുടെ പേര് പറയുന്നത് നിർത്തൂ. മുഹീദ്ദീൻമാരയിൽ അള്ളാന്റെ റസൂല് സ്വപ്നത്തിൽ തുപ്പിക്കൊടുത്തതില്ലേ, അത് അംഗീകരിക്കാത്തവൻ സുന്നിയല്ലെന്ന് സമസ്തയുടെ ആലിമീങ്ങൾ മുമ്പ് പറഞ്ഞതല്ലേ. മങ്കൂസ് മൗലിദ് അംഗീകരിക്കാത്തവൻ സുന്നിയല്ലെന്ന് പറഞ്ഞതല്ലേ. നിങ്ങളും സമസ്തയും തമ്മിൽ എന്താ ബന്ധം? നിങ്ങൾ രജിസ്ട്രാർ പറഞ്ഞിരിക്കും നിങ്ങൾ സമസ്തയാന്നല്ലേ. രജിസ്ട്രാർ അല്ല പറയേണ്ടത്, പണ്ഡിതന്മാരാ പറയേണ്ടത്. നിങ്ങൾക്ക് സമസ്തയുമായി ബന്ധമില്ല. ഇനിയോ ഇവരെ പരിപാടി എന്താ? എല്ലാ സ്ഥലത്തും പ്രശ്നം ഉണ്ടാക്കലെന്നെ. സുബ്ഹാനല്ലാഹ്. ചെർക്കളം അബ്ദുള്ള സാഹിബി മുസ്ലിം ലീഗിന്റെ വലിയ നേതാവാ. അയാൾ നമ്മൾ സ്റ്റേജിൽ വന്നാൽ ഉടനെ ഇവർ പ്രഖ്യാപിച്ച് അയാൾ ഇങ്ങനെ കാത്തു, ഇയാളെ കാഫറാക്കാൻ എന്താ പണി? ഒരു ദിവസം അതാ 10 പേരും ചെർക്കളം കാഫറാണ്, ചെർക്കളത്തുള്ള കാഫറാണ് ഫത്വ. വൈകട്ടെ മന്ത്രി ചെർക്കളം മതഭ്രഷ്ടൻ സുന്നി യുവജന സംഘം. അത് മറ്റതാ. നമ്മള് സമസ്ത കേരള സുന്നി യുവജന സംഘ, നിങ്ങള് സുന്നി യുവജന സംഘ. കാരണം സമസ്ത എന്ന് പറയാൻ നിങ്ങൾക്ക് അധികാരമില്ല. അതാ കാരണോ? ധൈര്യമുണ്ടോ സമസ്ത കേരള സുന്നി യുവജന സംഘം തന്നെ നോട്ടീസ് വെക്കാൻ? ഞാൻ വെല്ലുവിളിക്കും. ധൈര്യമുണ്ടോ? ഇരിക്കട്ടെ സഹോദരന്മാരെ, എന്നാ പറയട്ടെ. മലപ്പുറം നെറ്റിയിൽ തിലകം ചാർത്തി അന്യമതാചാരപ്രകാരം മന്ത്രി ചെർക്കളം അബ്ദുള്ള ശൃംഗേരി മഠത്തിൽ സന്ദർശനം നടത്തിയത് മതഭ്രഷ്ട് വരുത്തുന്ന ഗുരുതരമായ ചെയ്തിയാണെന്ന് സുന്നി യുവജന സംഘം സംസ്ഥാന സെക്രട്ടേറിയറ്റ് വ്യക്തമാക്കി. ഗുരുതരമായ മതവിരുദ്ധ കൃത്യം നടത്തിയ മന്ത്രി ഇസ്ലാമിക നിയമമനുസരിച്ച് പ്രതിവിധി അടിയന്തരമായി തേടണമെന്നും യോഗം ആവശ്യപ്പെട്ടു. SM ജിഫിരി തങ്ങൾ, K മുഹമ്മദ് ഫൈസി, അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്, ജലീൽ ഫൈസി പുല്ലങ്കോട്, മുഹമ്മദ് തേറളായി, പിടങ്ങോട് അബൂബക്കർ എന്നിവര് സംസാരിച്ചു. അങ്ങനെ ചെർക്കളത്തിനെ നിങ്ങൾ കാഫറാക്കി. അതിനെ ചോദ്യം ചെയ്തൊരു തങ്ങള്, അതാരാന്നറിയോ? അത് അസ്ഹരി തങ്ങളാണ്. നിങ്ങളെ സമസ്തന്റെ പ്രസിഡന്റാണെന്ന് അയാള് അതാ ചോദ്യം ചെയ്തു. അതിന് നിങ്ങൾ അയാൾ എന്താ ചെയ്തത്? സമസ്തന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് പുറത്താക്കി. അയാളിപ്പോ നിങ്ങളെ പ്രസിഡന്റ് അല്ല. ഇവിടുന്ന് ഒരാൾ പറയാണ് വരക്കല മഖാമ് അസ്ഹരി തങ്ങളെ പ്രസിഡന്റ് ആക്കിയിട്ട് നമുക്ക് തങ്ങൾ വാങ്ങി തന്നിട്ടുണ്ട് എന്ന് ശംസുൽ ഉലമ പറഞ്ഞിട്ടുണ്ട്. ശംസുൽ ഉലമ വഫാത്തായപ്പോ തങ്ങളെ നിങ്ങൾ പുറത്താക്കിയില്ലേ സമസ്തയിൽ നിന്ന്? ഇത് നിങ്ങൾ ശംസുൽ ഉലമയോട് ചെയ്ത കടുത്ത ധിക്കാരമല്ലേ? മറുപടി പറയൂ. നിങ്ങളെടുത്ത് ശംസുൽ ഉലമ ഉണ്ടോ? ശംസുൽ ഉലമയുടെ ആത്മാവ് എന്റെ പ്രസംഗം കേൾക്കുന്നുണ്ടാകും, കണ്ണിയത്ത് സന്തോഷിക്കുന്നുണ്ടാകും. കാരണം അവർക്കറിയാം ഈ കക്ഷികളല്ലാതെ ദീനിനെതിരെ നീങ്ങിയ ഓരോ നീക്കങ്ങൾ. ഇനി ഞാൻ പറയട്ടെ, എന്നാ ഈ ചെറുക്കളത്തിനെ വിളിച്ച് ഇവരൊന്ന് ചോദിച്ചു കാഫറാക്കുന്നതിന് മുമ്പ് എന്താ ഉണ്ടായത്? അയാൾ പറയുന്നത് കേട്ടോളി. മാധ്യമം ഇപ്പൊ ഞാൻ വായിച്ചത് ജനുവരി 2 വ്യാഴം 5 മാധ്യമം 2003.
ഇനി 2001 ജനുവരി 3 കേട്ടോളേ, പൊട്ടു തൊട്ടത് ഞാനല്ല ചെർക്കളം. മലപ്പുറം പൊട്ടു തൊട്ടത് താനല്ല, അതിനാൽ പ്രശ്നത്തിൽ പ്രതികരിക്കുന്നില്ലെന്ന് മന്ത്രി ചെർക്കളം അബ്ദുള്ള. അയാൾ പറഞ്ഞു ഞാൻ തൊട്ടിച്ചെന്നില്ല, ഇവർ കാഫറാക്കൽ കഴിഞ്ഞിരിക്കുന്നു, യോഗം ചേർന്ന് കാഫറാക്കി കഴിഞ്ഞിരിക്കുന്നു. കാരണം അയാൾ ഏപ്പിന്റെ പരിപാടി പോയിരിക്കുന്നു, അതാ വിഷയോ. ഇനി സുഹൃത്തുക്കളെ, ഒരു അത്തോളിക്കാരനും സാധാരണക്കാരൻ അള്ളാന്റെ റസൂലിനെ അദ്ദേഹം വളരെ ബഹുമാനിച്ചിട്ട് എഴുതി. എന്താ എഴുതിയത്? ആ മഹാത്മാവിന് സാധിച്ചെങ്കിൽ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി. അതേസമയത്ത് എ പി സാഹിബിനെ പറ്റി പറയുമ്പോൾ എന്ത് പറഞ്ഞു അറിയോ? അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ അമരക്കാരനാകാൻ സാധിച്ചതും ആ മനുഷ്യനോളം ഭാഗ്യവാനാകാൻ തുല്യൻ ബഹുമാനപ്പെട്ട എ പി അബൂബക്കർ മുസ്ലിയാർ തന്നെ എന്ന് പറയും. ആരോളം തുല്യമാകാൻ? എ പി അബൂബക്കർ മുസ്ലിയാരോളം ബഹുമാനിയാകാൻ എ പി അബൂബക്കർ മുസ്ലിയാർ തന്നെ ഉള്ളൂ. ഇത് സാധാരണ പറയുന്ന ഒരു ഭാഷയാ. അങ്ങനെ പറയൂല എന്ന് എവിടെ നിന്ന് മൗലവി പറഞ്ഞു. ഞാൻ വായിക്കാം ചന്ദ്രിക 996 ആഗസ്റ്റ് 20 ചൊവ്വ. ഈ കേക്ക് പകരം ഈ കെ മാത്രം. സാധാരണ പറയുന്നല്ലത് ഈ കേക്ക് പകരം ഈ കെ മാത്രം. അയാൾക്ക് തുല്യനായി അയാൾ തന്നെ ഉള്ളൂ, സാധാരണ പറയുന്നല്ലേ. അപ്പൊ ആ മനുഷ്യൻ തന്നെ ആരെ പറ്റിയാ? കാന്തപ്രസാദിനെ പറ്റി. അത് റസൂലുള്ളാഹിനെ കൊണ്ടാണെന്ന് വരുത്തി തീർത്ത് റസൂലുള്ളാഹിനെ തുല്യമാക്കി നീ ഇവിടുന്ന് പ്രസംഗിച്ചതല്ലേ? കാഫറാക്കണല്ലേ ഇവർക്ക് എല്ലാരെയും. എന്താണ് സുഹൃത്തുക്കളെ, ഇതാണോ മതത്തിന്റെ പ്രവർത്തനം? അള്ളാന്റെ റസൂലിന്റെ രോമം കത്തിക്കാമെന്ന് നിങ്ങളെ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. തെളിവുണ്ടോ? ഏത് കിതാബിലാ ഉള്ളത്? പുണ്യനബി ഉപയോഗിച്ചിരുന്ന ടവൽ അനസ് റളിയല്ലാഹുവിന്റെ കൈവശത്തിലുണ്ട്. ആ ടവൽ കൊണ്ടുവരാൻ പറഞ്ഞു. മെന്തിയിൽ ആ പെണ്ണ് ഒരു ടവലുമായിട്ട് വന്നു. പക്ഷെ ഒസിയൻ വല്ലാതെ ചേറായി ചോദിക്കുന്നു ആ ആദ്യ ഒരു ടവല്. കാല ഇസ്തജിരിയ തന്നൂർ, അടുപ്പൊന്ന് ചോറാക്കുക, നല്ല അടുപ്പൊന്ന് കത്തിക്കുക. ഔക്കതത്തുഹോ, ആ പെണ്ണ് ഭംഗിയച്ച അടുപ്പ് കത്തിച്ചു. അമറബിൽ ബിന്ദിയിൽ, അങ്ങനെ ആ ടവല് കൊണ്ട് മഹാനവറുകൾ തങ്ങൾ കൽപ്പിച്ച് മനസ്സിലുള്ള കൽപ്പിച്ച് പകുതി ഹാപ്പി അടുപ്പ് കാണിട്ട്. ഫഹറജ അബിയവക്കാൻലഹു അല്ലബൻ, വളരെ തുല്യ വെള്ളയായിട്ട് പാല് പോലത്തെ നിറത്തിൽ പുറപ്പെട്ടു, ഒരു കേടുമില്ല. അപ്പം തങ്ങളെ ടവല് തീയിലിടാൻ പറഞ്ഞു, ഒരർത്ഥവുമില്ല, തീയിലിട്ടു. എന്തിനു വേണ്ടി? ചേറൊക്കെ ക്ലിയർ ആകാൻ. എന്നതുപോലെ ഇത് നബിന്റെ നാണോ അല്ലേ എന്ന് മനസ്സിലാക്കാനുള്ളൊരു വഴിയാണ് തീയിലിട്ട കത്തുമില്ല നോക്കല്. അതിന് തിരക്കടുമില്ല. ആദരവോടെ പറയട്ടെ സൈനുദ്ദീൻ മുസ്ലിയാരെ, തരക്കേടില്ല എന്നതിന് കിതാബിന്റെ ഇബാറത്ത് വായിക്കണം. നിങ്ങളൊന്നും പറയുന്നില്ല, നിങ്ങളൊരു കിതാബിന്റെ ഇബാറത്ത് വായിക്കണം, ഫിഖ്ഹിന്റെ കിതാബ്. തരക്കേടില്ല, നിങ്ങൾ പറഞ്ഞാൽ തെളിവല്ല. കിതാബുണ്ടോ? ഇനി നിങ്ങൾക്ക് കേൾക്കണം, മൂപ്പര തെളിവുകൾ കേട്ടില്ലേ? എന്റെ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലുള്ള ഒരു ടവല് എന്ത് ചെയ്തു? അത് ക്ലിയറാക്കാൻ വേണ്ടി തീയിലിട്ടു. നമ്മൾ പൊന്നൊക്കെ ചിലപ്പോ ക്ലിയറാക്കാൻ വേണ്ടി തീയിലിട്ടിട്ട് തങ്കാക്കലില്ലേ, അതുപോലെ തീയിലിട്ടു. അതാ എന്തിന്റെ തെളിവ്? അള്ളാന്റെ റസൂലിന്റെ രോമം കത്തിക്കാനുള്ളതിന്റെ തെളിവ്. ടവല് ക്ലിയറാക്കാൻ വേണ്ടി തീയിലിട്ടു എന്നുള്ളത് തെളിവ്. വലത്തോട്ട് തുപ്പാത്ത ആളുകളാണോ അതിന്റെ സനദിലുള്ളത്? ചോദ്യം. അബൂ നുഐം അബ്ബാദ് ഇബ്നു അബ്ദുസ്സമദ് എന്നവരെ തൊട്ട് ഏതാ എന്നവര്? അബ്ബാദ് ഇബ്നു അബ്ദുസ്സമദ് അബൂ മഅ്മർ അൻ അനസ് ഇബ്നു മാലിക്. അനസ് ഇബ്നു മാലിക്കിൽ നിന്നാണ് റിപ്പോർട്ട്. അബ്ബാദ് ബസറിയുൻ വാഹിൻ, ദുർബലനാണ്. ഖാലൽ ബുഖാരി, ഇമാം ബുഖാരി പറഞ്ഞിരിക്കുന്നു, മുങ്കറുൽ ഹദീസ്, ഹദീസ് സ്വീകരിക്കാൻ പറ്റാത്ത ആളാണ്. വവഹാഹു ഇബ്നു ഹിബ്ബാൻ, ഇബ്നു ഹിബ്ബാനും അയാൾ ദുർബലനാണെന്ന് പറഞ്ഞിരിക്കുന്നു. വഖാല അബൂ ഹാത്തിം അബ്ബാദുൻ ദഈഫുൻ ജിദ്ദൻ, അബൂ ഹാത്തിം റളിയല്ലാഹു അൻഹു പറയുന്നു അങ്ങേയറ്റം ദുർബലനാണ്. وقال ابن عدي عمت ما يروي في فضائل علي وهو ضعيف. അലി ഇബ്നു അബീ താലിബിന്റെ ബഹുമാനത്തിലൊക്കെ അയാൾ റിപ്പോർട്ട് ചെയ്യുന്നതൊക്കെയും വഹുവ ദഈഫുൻ, അയാൾ ദുർബലനാണ്. പോരാ, വാലിം ഫി തസയ്യുഇ, ശിയാക്കളെ കൂട്ടത്തിൽ കടുപ്പപ്പെട്ട ആളാണ്.
അബ്ദുസ്സമദ് എന്നവരെ തൊട്ട് എന്ന് പറഞ്ഞ എന്നവര് വാലിം ഷിയാവാദത്തിൽ കടുപ്പപ്പെട്ട ഷിയാവാദക്കാരനാണ്. ഈ ഷിയാക്കൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഞങ്ങളെ പൊന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടി കരിക്കാൻ നിങ്ങൾക്ക് തെളിവ്, നിങ്ങൾ വളപുരന്തലാത്തിന് ഫത്വ കൊടുത്ത നാശം ഇവിടെയുണ്ട്, അതുപോലെ ഒരുപാട് നാശം ഇവിടെയുണ്ട്. നിങ്ങൾ ആഖിറത്തിനെ ഭയപ്പെടണേ, അല്ലാഹനെ വിചാരിച്ച് പറയുകയാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ ചിന്തിക്കണം. ഇനി ഞാൻ ചോദിക്കട്ടെ, എന്റെ ചോടൊരു ഹദീസില്ലേ, തീങ്ങ് വന്നപ്പോ ഉമറുൽ ഖത്താബ് പറഞ്ഞു ദമീദാരി ഞങ്ങളോട് വരുന്നത് നമ്മൾ തീന്റെ തങ്ങോട്ട് പോവാ. എന്താ തീ നമ്മളെ കൊല്ല, തീനെ കൊല്ല നമ്മൾ പോവാ. അങ്ങനെ ചെന്ന് ദമീദാരി തങ്ങൾ കൈകൊണ്ട് തീ ഇങ്ങനെ തട്ടിങ്ങോട്ട് തീനങ്ങോട്ട് പറഞ്ഞേച്ചു, കൈകൊണ്ട് പൊള്ളിയില്ല. ഇങ്ങനുണ്ട്. നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളൊന്ന് അതേ പണിയെടുത്ത് തരുവോ? നിങ്ങളെ സമസ്ത ശരിയാന്ന് തിരിയാൻ വേണ്ടി നിങ്ങൾ തീയിലൊന്ന് കൈവച്ച് തരുവോ? സീറത്തുൽ ഹദീയയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, തങ്ങളെ ഹുസൂസിയാത്ത് എന്നുന്നിടത്ത്